മൂർത്തിത്വേ പരികൽപ്പിതഃ ശശഭൃതോ വർത്മാ പുനർജന്മനാമാത്മേത്യാത്മവിദാം ക്രതുശ്ച യജതാം ഭർത്താമരജ്യോതിഷാം. ലോകാനാം പ്രളയോദയസ്ഥിതി വിഭുശ്ചാനേകധായഃ ശ്രുതൗ വാചന്നഃ സദദാത്വനേകകിരണസ്ത്രൈലോക്യദീപോ രവിഃ. തുടങ്ങാമല്ലോ. നമ്മൾ ഇന്ന് പറഞ്ഞിരുന്നത് ശുക്രനെ കുറിച്ച് പഠിക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. ശരിയല്ലേ? അതെ, ശരി. ശുക്രനെ കുറിച്ച് പഠിക്കാൻ ഒരുപാടുണ്ട്, വളരെയേറെ ഉണ്ട്. ഒരു ക്ലാസ് കൊണ്ട് തീരുമെന്ന് തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ളത് സൂര്യൻ ആത്മബലം, ചന്ദ്രൻ മനോബലം, ചൊവ്വ നിർവികാരത്വം, ബുധൻ ബുദ്ധിയുടെ ആള്, വാക്കിന്റെ ആള്, വ്യാഴം ജ്ഞാനസുഖം, ജ്ഞാനവും സുഖവും. ശുക്രന് ശുക്രന് പറയാറുള്ളത് സിതശ്ച മദനോ, കാമത്തിന്റെ ഗ്രഹം എന്നാണ്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വിവാഹ സംബന്ധമായ കാര്യങ്ങളെല്ലാം ശുക്രനെ കൊണ്ട് ചിന്തിക്കണം. കാമഗ്രഹം എന്നാണ് അറിയപ്പെടുന്നത്. ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വാക്ക് ഉപയോഗിക്കുമ്പോൾ അങ്ങനെയാണ് കോരയിൽ പറയുന്നത്. കാമത്തിന്റെ ഗ്രഹം എന്ന് പറഞ്ഞാൽ വിവാഹ കാര്യങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നതായ ഗ്രഹമാണ്. അപ്പോഴവിടെ നിന്ന് വരുമ്പോൾ എന്തൊക്കെയാണ് വരേണ്ടത്? അതായത് വിവാഹകാരകൻ എന്ന് പറയാം. വിവാഹം എന്ന് വെച്ചാൽ സ്ത്രീ ജാതകത്തിലും പുരുഷ ജാതകത്തിലും വിവാഹത്തിന്റെ കാരകൻ ശുക്രൻ തന്നെയാണ്. പക്ഷെ ഭർത്തൃകാരകൻ, സ്ത്രീക്ക് ഭർത്താവിന്റെ കാരകത്വമാണ് വ്യാഴത്തിനുള്ളത്, വിവാഹത്തിന്റെ കാരകത്വം ശുക്രന്. സ്ത്രീക്കും പുരുഷനും വിവാഹത്തിന്റെ കാരകത്വം ശുക്രന്. പക്ഷെ സ്ത്രീക്ക് ഭർത്തൃകാരകൻ വ്യാഴം, പുരുഷന് ഭാര്യാകാരകൻ ശുക്രൻ. രണ്ടുപേർക്കും വിവാഹകാരകൻ ശുക്രൻ തന്നെ. പുരുഷന് കളത്രകാരകൻ ശുക്രൻ, സ്ത്രീക്ക് ഭർത്തൃകാരകൻ വ്യാഴം. അപ്പൊ കാമത്തിന്റെ ഗ്രഹമാണ്, വിവാഹകാരകനാണ്. സ്ത്രീ ജാതകത്തിലും പുരുഷ ജാതകത്തിലും വിവാഹത്തിന്റെ കാരകൻ ശുക്രൻ തന്നെ. സ്ത്രീ ജാതകത്തില് ഭർത്തൃകാരകൻ വ്യാഴം, പുരുഷ ജാതകത്തില് ഭാര്യാകാരകൻ ശുക്രൻ. അതാണ് നമ്മൾ പ്രധാനമായിട്ട് അറിയേണ്ട വിഷയം. ഇനി ഋതു, നമ്മൾ സൂര്യന് പഠിച്ചത് എങ്ങനെയാണ്? സൂര്യന്റെ കാരകത്വം പഠിച്ച 2 ലൈൻ വെച്ച് പഠിച്ചിട്ട് വന്നല്ലോ നമ്മൾ, ഓർമ്മയുണ്ടോ? ചന്ദ്രന്, സൂര്യന്, ചൊവ്വയ്ക്ക് എല്ലാവർക്കും പഠിച്ചുകൊണ്ട് വരികയാണ്. ശുക്രന് പറയാറുള്ളത് ഭൃഗു, സുഖി, കാന്തവപു, സുലോചന, കപാനിലാത്മ, സിതവക്രമൂർത്തജ. പ്രധാനപ്പെട്ട കാര്യമാണ്. ഭൃഗു, സുഖി, സുഖലോലുപമായ ജീവിതത്തിന്റെ കാരകൻ ശുക്രൻ. പഴയ ആൾക്കാർ പറയും, അവരൊക്കെ ജ്യോതിഷം അറിയാമോ എന്നൊന്നും അറിഞ്ഞൂടാ. പഴയ അമ്മച്ചിമാരും അപ്പൂപ്പന്മാരും ഒക്കെ പറയും, ശുക്രനില് സുഖിക്കാത്തവരില്ല, ആദിത്യനില് അലയാത്തവരില്ല എന്ന് പറയും. ശുക്രദശയിൽ സുഖിക്കാത്തവരില്ല എന്നാണ്. എന്നുവെച്ചാൽ ശുക്രൻ സുഖലോലുപമായ ജീവിതത്തിന്റെ ഗ്രഹമാണ്. ശുക്രൻ സുഖലോലുപമായ ജീവിതത്തിന്റെ ഗ്രഹമാണ് ശുക്രൻ. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. ശുക്രൻ പറഞ്ഞ സുഖി, സുഖലോലുപമായ ജീവിതത്തിന്റെ ഗ്രഹമാണ് ശുക്രൻ. സുഖി. കാന്തവപു, ശുക്രന്റെ രാശിയിൽ ജനിക്കുക, ശുക്രൻ ലഗ്നത്തിലോ 7ലോ വരിക, ശുക്രൻ ബലവാനായി കേന്ദ്രത്തിൽ വരിക, അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ കാന്തവപു, നല്ല കാന്തിയുള്ള ശരീരമായിരിക്കും, കാണാൻ നല്ല മനോഹരമായ ശരീരമായിരിക്കും. കറുപ്പോ വെളുപ്പോ എന്നുള്ളതല്ല. കറുത്തിരിക്കാം, വെളുത്തിരിക്കാം. അല്ല, ശുക്രന്റെ ആൾക്കാരൊക്കെ വെളുത്തിരിക്കും എന്നൊന്നും പറയാൻ പറ്റില്ല. കാന്തവപു, കാന്തിയുള്ള ശരീരം. കാന്തിയുള്ള ശരീരം എന്ന് വെച്ചാൽ കാണാൻ നല്ല 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 കലാപരമായ ശരീരപ്രകൃതമായിരിക്കും. കാന്തവപു, വപുസ് എന്ന് വെച്ചാൽ ശരീരം.
കാന്തവപു, സുലോചന, സുലോചന നല്ല കണ്ണുകളൊക്കെ നല്ല ഗ്ലേസിങ് ആയിരിക്കും. ശുക്രന്റെ രാശിയിൽ ജനിച്ചവര്, ശുക്രൻ ലഗ്നത്തിൽ നിൽക്കുന്നവര്, ശുക്രന്റെ ദൃഷ്ടി ലഗ്നത്തിൽ വരുന്നത്, ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് വിളിച്ചു പറയും. ശുക്രന് ബലവും കൂടി വേണം. നല്ല കണ്ണൊക്കെ പീലി കണ്ണുകളായിരിക്കും. നല്ല കണ്ണ് നല്ല ഗ്ലേസിങ് ഉണ്ടാക്കാൻ. ചിലർക്ക് നല്ല കണ്ണിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? വിഴുന്നു പോവും. ആ രീതിയിൽ അങ്ങനെ തന്നെ പറയണം, പറഞ്ഞാലേ പറ്റൂ. വിഴുന്നു പോവും. അങ്ങനെയുള്ള കണ്ണുകളായിരിക്കും. നല്ല അട്രാക്ഷനുള്ള കണ്ണുകളായിരിക്കും. അല്ലെങ്കിൽ പീലി കണ്ണുകളായിരിക്കും. സുലോചന, കഫാനിലാത്മ, കഫപ്രകൃതവും വാദപ്രകൃതവും ഉണ്ടാവും. പ്രധാനം കഫപ്രകൃതമാണ്. ശുക്രന്റെ രാശിയിൽ ജനിക്കുന്നവര് കാണാൻ നല്ല ഭംഗിയുള്ളവരായിരിക്കും. നല്ല ശരീര ഭംഗിയും കാന്തിയുള്ള ശരീരവുമായിരിക്കും. കണ്ണുകൾ നല്ല തിളക്കവും പീലി കണ്ണുകളും ഉള്ളവരായിരിക്കും. അതുപോലെ ശരീര വടിവുണ്ടാവും. ശരീരത്തിൽ ശുക്രനും ചന്ദ്രനും ജലഗ്രഹങ്ങൾ എന്ന് പറയും. ജലഗ്രഹങ്ങൾ ലഗ്നത്തിലൊക്കെ വന്നു കഴിഞ്ഞാൽ കാണാൻ നല്ല കട്ടിയും കനവും ഉണ്ടാവും. നല്ല ശരീര വടിവുണ്ടാവും. മെലിഞ്ഞൊന്നും ഇരിക്കില്ല. ശരീരത്തിനെ കട്ടി. ജലഗ്രഹങ്ങളായ ചന്ദ്രനും ശുക്രനും ലഗ്നവുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ ലഗ്നത്തിൽ ദൃഷ്ടി വരിക, ലഗ്ന കേന്ദ്രങ്ങളിൽ ബലവാനായി നിൽക്കുക, അങ്ങനെ വന്നാൽ കാണാൻ ശരീര പുഷ്ടി ഉണ്ടാകും. പുഷ്ടിയുള്ള ശരീരത്തിന്റെ ഉടമകളായിരിക്കും. കപാനിലാത്മസിത വക്രമൂർത്തജ, വക്രമൂർത്തജ മൂർധാവ്, വക്രമൂർത്തി തലമുടി വളഞ്ഞിരിക്കുക. വക്രം എന്ന് വെച്ചാൽ വളഞ്ഞ, എന്ന് വെച്ചാൽ ചുരുണ്ട തലമുടി. ചുരുണ്ട തലമുടി തന്നെ വരണമെന്നില്ല, നല്ല ഭംഗിയുള്ള തലമുടിയായിരിക്കും. തലമുടി കാണാൻ നല്ല ഭംഗിയായിരിക്കും. തീരെ കോലുപോലത്തെ മുടിയായിരിക്കില്ല, അല്പം മയമുള്ള വളഞ്ഞ അല്ലെങ്കിൽ ചുരുണ്ട തലമുടിയോ അല്ലെങ്കിൽ ഭംഗിയുള്ള തലമുടിയോ ഉള്ളവരായിരിക്കും. ഇതാണ് ശുക്രന്റെ സ്വരൂപം. ശുക്രന് പറയാറുള്ളത് ഭൃഗു സുഖി, സുഖലോലുപമായ ജീവിതത്തിന്റെ ഗ്രഹമാണ് ശുക്രൻ. ശുക്രന്റെ രാശിയിൽ ജനിക്കുക, ശുക്രൻ ബലവാനായി കേന്ദ്രത്തിൽ വരിക. കേന്ദ്രത്തിൽ എന്ന് പറയുമ്പോൾ ലഗ്നത്തിലോ ഏഴിലോ ഒക്കെ ആയിക്കൊള്ളാം. കേന്ദ്രത്തിൽ എന്ന് പറയുമ്പോൾ എല്ലാം ആയി കഴിഞ്ഞു. ലഗ്നവും ഒരു കേന്ദ്രമാണ്. ഏഴെന്ന് പറയുന്നത് ഒരു കേന്ദ്രം. ഏഴിൽ നിന്ന് കഴിയുമ്പോൾ ലഗ്നത്തിൽ ദൃഷ്ടി വരും. ലഗ്നത്തിൽ നിന്നാൽ ലഗ്നമായിട്ട് ബന്ധപ്പെട്ടു, ഏഴിൽ നിന്നാൽ ലഗ്നത്തിൽ ദൃഷ്ടി വരും. ബലവാനായി കേന്ദ്രത്തിൽ നിന്നാൽ കാണാൻ നല്ല സുഖലോലുപമായ ജീവിതമായിരിക്കും. കാന്തിയുള്ള ശരീരവും ശരീര ഭംഗിയും കാണാൻ നല്ല ഭംഗിയും ഉള്ളവരായിരിക്കും. നല്ല മനോഹരം, നല്ല അട്രാക്ഷൻ, അല്ലെങ്കിൽ എന്തെന്ന് പറയാം, കണ്ണുകൾ നല്ല പീലി കണ്ണുകളും കാണാൻ എന്തെന്ന് പറയാം, അട്രാക്ഷൻ ഉണ്ടാവണതിന് എന്തെന്ന് പറയാം, അട്രാക്ഷൻ ആകർഷണ ശക്തിയുള്ള കണ്ണുകളും പീലി കണ്ണുകളും നല്ല ആകർഷണമുള്ള കണ്ണുകളുമായിരിക്കും. അതുപോലെ കപാലില, കഫം എന്ന് പറഞ്ഞാൽ തന്നെ ശരീരപുഷ്ടി എന്നർത്ഥം. കഫം എന്ന് പറഞ്ഞാൽ ജലാംശം കൂടിയത്, ശരീരപുഷ്ടിയുള്ള, നല്ല ശരീരപുഷ്ടിയുള്ളവരായിരിക്കും. അത് പറയുമ്പോൾ ഒരു കാര്യം കൂടി ഓർമ്മിക്കണം. ശുക്രനും ചന്ദ്രനും ജലഗ്രഹങ്ങളാണ്. ഇവര് ലഗ്നവുമായി ബന്ധപ്പെടുമ്പോൾ ശരീരപുഷ്ടി ഉണ്ടാകും എന്നുകൂടി അറിഞ്ഞിരിക്കണം. സിത വക്രമൂർത്തജ, മുടി വളഞ്ഞതോ അല്ലെങ്കിൽ ചുരുണ്ട മുടിയോ കാണാൻ തലമുടി നല്ല ഭംഗിയുള്ളതോ ആയിരിക്കും. ഇതാണ് ശുക്രന്റെ സ്വരൂപം. അപ്പോൾ ശുക്രൻ കാമഗ്രഹം എന്നറിയപ്പെടുന്നു. സിതശ്ച മദനോ, കാമകേളികളുടെയും വിവാഹത്തിന്റെയും കാരകനാണ്. സ്ത്രീ ജാതകത്തിലും പുരുഷ ജാതകത്തിലും വിവാഹത്തിന്റെ കാരകത്വം ശുക്രൻ തന്നെയാണ്. സ്ത്രീ ജാതകമായിരുന്നാലും പുരുഷ ജാതകമായിരുന്നാലും വിവാഹത്തിന്റെ കാരകത്വം ശുക്രനാണ്. പക്ഷെ സ്ത്രീക്ക് ഭർത്തൃകാരകൻ വ്യാഴം, പുരുഷന് ഭാര്യാകാരകൻ ശുക്രൻ. അങ്ങനെ തിരിച്ച് പഠിച്ചു വെച്ചോളൂ. ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഉടൻ ഓർമ്മയിരിക്കും, മറക്കൂല. പിന്നെ അതറിഞ്ഞിരിക്കണം. അതിന് ഭൃഗു സുഖി കാന്തവപു സുലോചന കപാനിലാത്മ സിത വക്രമൂർത്തജ, സുഖലോലുപമായ ജീവിതത്തിന്റെയും സുഖത്തിന്റെയും കാരകത്വം ശുക്രനാണ്. സുഖത്തിന്റെ കാരകത്വവും വ്യാഴത്തിനുമുണ്ട്. വ്യാഴത്തിനാണ് സുഖത്തിന്റെ കാരകത്വം പറയാറുള്ളത്. സുഖലോലുപമായ ജീവിതം പറയുന്നത് ശുക്രനാണ്.
കാന്തവപു മനോഹരമായതും കാണാൻ ഭംഗിയുള്ളതും ആയ ശരീരപ്രകൃതമായിരിക്കും. കാന്തിയുള്ള ശരീരപ്രകൃതമായിരിക്കും. പിന്നെ പീലി കണ്ണുകളും നല്ല അട്രാക്ഷൻ അല്ലെങ്കിൽ ആകർഷണമുള്ള കണ്ണുകളായിരിക്കും. കണ്ണ് നോക്കിയാൽ തന്നെ നമ്മൾ വിഴുന്നു പോകും. അങ്ങനെയുള്ള ചില കൊച്ചു കുട്ടികളെ കണ്ടിട്ടില്ലേ, നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നതിനെ കാണുമ്പോൾ കണ്ണൊക്കെ നല്ല തിളങ്ങിക്കൊണ്ടിരിക്കും. തിളക്കമാർന്നതും പീലി കണ്ണുകളും തിളക്കമാർന്നതും ആകർഷണമുള്ളതും പീലി കണ്ണുകളുമുള്ള വ്യക്തിയായിരിക്കും. കഫപ്രകൃതവും അനിലൻ എന്ന് പറയുമ്പോൾ കാറ്റ് എന്ന് പറഞ്ഞാൽ വായു എന്ന് പറഞ്ഞാൽ വാദപ്രകൃതത്തിന് വലിയ ചാൻസ് ഇല്ല. ശുക്രൻ കഫപ്രകൃതമാണ് ഏറ്റവും പ്രധാനമായി കഫപ്രകൃതമുള്ളവരായിരിക്കും, ശരീരപുഷ്ടിയുള്ളവരായിരിക്കും. ശുക്രനും ചന്ദ്രനും ജലഗ്രഹങ്ങളാണ്. അവർ ലഗ്നമായിട്ടോ ലഗ്ന കേന്ദ്രങ്ങളിലോ ബലവാനായിട്ട് വന്നു കഴിഞ്ഞാൽ ശരീര വടിവ് ഉണ്ടാകും, ശരീരത്തിന് പുഷ്ടി ഉണ്ടാകും. വടിവല്ല, പുഷ്ടി. മൂർധാവ് അല്ലെങ്കിൽ മുടി വളഞ്ഞതോ ഭംഗിയുള്ളതോ ആയിരിക്കും. ഇനി ശുക്രന് വാഹനത്തിന്റെ കാരകൻ ശുക്രനാണ്. വാഹനം, സമ്പത്ത്, കട്ടില്, കിടക്ക, ഗ്രഹോപകരണങ്ങള്, ദാമ്പത്യ ജീവിതം, നൃത്തം, സംഗീതം, ഇതിൻ്റെയൊക്കെ ആള് ശുക്രനാണ്. കലാവാസനയുടെ ആളെ ശുക്രനാണ്. കലാവാസന, നൃത്തം, സംഗീതം, പാട്ട്, നൃത്തം, സംഗീതം തുടങ്ങിയ കലാരൂപങ്ങളുടെ കാരകത്വം ശുക്രനാണ്. വാഹനത്തിന്റെ കാരകത്വം ശുക്രന്. ഗ്രഹത്തിന്റെ കാരണം ഗ്രഹോപകരണങ്ങള്, കട്ടില്, കിടക്ക, ശയന വസ്തുക്കള്, ശയനമുറി, കിടക്കുന്ന ബെഡ്റൂം, ഇതിന്റെ എല്ലാം കാരകത്വം ശുക്രനാണ്. ശുക്രൻ ബലമുണ്ടായിരുന്നു കഴിഞ്ഞാൽ ഈ സുഖങ്ങളൊക്കെ നമുക്ക് കിട്ടുമെന്നർത്ഥം. ഇങ്ങനെ ഇങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എല്ലാം മനസ്സിലാവും. ശയനസുഖം, കട്ടില്, കിടക്ക, ബെഡ്റൂം, വിവാഹം, വിവാഹ ജീവിതം, പിന്നെ വേറെ ദാമ്പത്യ സുഖം, സംഗീതം, നൃത്തം, പാട്ട് തുടങ്ങിയ കലാരൂപങ്ങള്, ഇതിൻ്റെയൊക്കെ കാരകത്വം ശുക്രൻ. ഇതിനെ നമുക്ക് മനസ്സിലായി കഴിഞ്ഞു. നമ്മൾ പറയും വ്യാഴം നന്നായിരിക്കണം. വ്യാഴം എന്ന് പറയുന്നത് ഒരു ആത്മസുഖവും ആത്മീയ സുഖവും സമാധാനപരമായ ജീവിതമൊക്കെയാണ് വ്യാഴത്തിന് കിട്ടുന്നത്. ശുക്രനാണ്. കുടുംബ ജീവിതം ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ ശുക്രൻ നേരെ നിന്നേ പറ്റൂ. അത് കാണാതെ പഠിച്ചു വച്ചേക്കണം. ശുക്രൻ തലകുത്തനെ നിന്നാൽ തോലങ്ങി. അത് സ്ത്രീക്കായാലും ശരി, പുരുഷന്, അതെല്ലാം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. ശുക്രന് പാപബന്ധം വരിക, ശുക്രൻ നീചം വരിക, ശുക്രൻ എങ്ങനെയാണ് അനിഷ്ടസ്ഥിതിയൊക്കെ വന്നു കഴിഞ്ഞാൽ കുടുംബജീവിതം എന്ന് പറയുമ്പോൾ എല്ലാം അതിനകത്ത് അടങ്ങും, ഒലഞ്ഞു പോകും. ശുക്രനാണ് നേരെ നിൽക്കേണ്ടത്. വ്യാഴം ആത്മീയ സുഖവും ഈശ്വരകാരുണ്യം, ആത്മീയ സുഖവും ഒക്കെയാണ് വ്യാഴം വരുന്നത്. ഇപ്പൊ നമ്മളിപ്പം മാരേജ് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ 99% ആൾക്കാരും മാരേജ് നടത്തുന്നവരാണ്. 1% ആണെങ്കിൽ ചിലപ്പോൾ മാരേജ് വേണ്ടാന്ന് പറഞ്ഞിരിക്കുന്ന ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ 1% കാണും, അത്രേ കാണുള്ളൂ. ബാക്കി എല്ലാവരും മാരേജ് നടത്തുന്നവരാണ്. മാരേജ് നടത്തുമ്പോൾ സന്താനങ്ങൾ ഉണ്ടാവും, ഭാര്യ ഭർത്തൃ ബന്ധമൊക്കെ നന്നായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മളെപ്പോൾ എല്ലാവരും. അപ്പോൾ ശുക്രൻ നേരെ നിൽക്കണ്ടേ? നിൽക്കണമോ? നിൽക്കണം. വ്യാഴത്തിനെ കുറിച്ച് നമ്മൾ പൊക്കി പറയുന്നു. ബുധൻ നേരെ നിൽക്കണം. ബുദ്ധിയുടെ ആളാണ്, വാക്കിന്റെ ആളാണ്, ജ്ഞാനത്തിന്റെ ആളാണ്, വാചകത്തിന്റെ ആളാണ്. അതൊക്കെ ശരി, നിൽക്കണം. അത് വേറെ വിഷയം. ശനി, തൊഴിലിന്റെ കാരകത്വം ശനിക്കാണ്, അതും നേരെ നിൽക്കണം. പക്ഷേ ഈ ശുക്രൻ നേരെ നിന്നില്ലെങ്കിലാണ് കുഴപ്പം വരുന്നത്. കുടുംബ ജീവിതത്തിലൊക്കെ അലട്ടൽ വരുന്നതും, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ടേംസ് തെറ്റുന്നത്, സംശയ ദൃഷ്ടികൾ വരുന്നത്, സ്വഭാവ ദൂഷ്യം, ഇതെല്ലാം ശുക്രന്റെ ജോലിയാണ്. അത് നമുക്ക് ഇന്ന് പഠിക്കാം. അപ്പോൾ ശുക്രനെ കൊണ്ട് വാഹനം, സമ്പത്ത്, പിന്നെ കട്ടില്, കിടക്ക, ഗ്രഹോപകരണങ്ങള്, പിന്നെ ജുവൽസ് അല്ലെങ്കിൽ ആഭരണം, ജുവൽസ്, ആഭരണം, കട്ടില്, കിടക്ക, ഗ്രഹോപകരണങ്ങള്, വസ്ത്രങ്ങള്, വിശേഷ വസ്ത്രങ്ങള്, വിശേഷ വസ്ത്രങ്ങള്, ദാമ്പത്യ സുഖം, ഭാര്യ ഭർത്തൃ സമാഗമം, പിന്നെ സംഗീതം, പാട്ട്, നൃത്തം തുടങ്ങിയ കലാരൂപങ്ങൾ,
ഇതിൻ്റെ എല്ലാം കാരകത്വം ശുക്രനാണ്. നമ്മൾ നോക്കിക്കൊള്ളണം. ഇതെല്ലാം ഈ നമ്മുടെ ഈ സ്കൂള് കോളേജിൽ കിടന്ന് കളിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സ്കൂളിൽ കലോത്സവം നടക്കുകയാണ്. ഈ കലോത്സവമൊക്കെ നടന്ന് ടോപ്പിൽ വരുന്ന ആൾക്കാരെ ജാതകം വാങ്ങിച്ച് നോക്കണം. ശുക്രൻ നേരെ നിന്നേ പറ്റൂ. അതിൽ സംശയമൊന്നും വേണ്ട. ശുക്രൻ നല്ല സ്ഥലത്ത് തന്നെ നിൽക്കുകയുള്ളൂ, പേടിക്കേണ്ട. അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷം ശുക്രന്റെ ദശയെങ്കിലും നടക്കും. ദശയോ അപകാരമോ നടക്കുക, ശുക്രൻ നല്ല സ്ഥാനത്ത് നിൽക്കുക, അങ്ങനെയൊക്കെ ഉണ്ടാവും. എന്നാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. നമ്മൾ 2-3 ഈ സീരിയൽ നടന്മാരെയോ സിനിമാ നടന്മാരെയോ നല്ല ഡാൻസേഴ്സിൻ്റെയോ പാട്ടിൻ്റെ ആൾക്കാരെ സംഗീതജ്ഞന്മാരുടെയൊക്കെ ജാതകങ്ങൾ വാങ്ങിച്ചു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ശുക്രൻ നല്ല രീതിയിൽ നിൽക്കും. ഇനി ലവ് ആൻഡ് ഹാപ്പിനെസ് ഫ്രം വൈഫ്, അതായത് ഭാര്യ ഭർത്താക്കന്മാരിൽ നിന്നുള്ള സ്നേഹത്തിൻ്റെ ഉറവിടം, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹബന്ധം, ഇതെല്ലാം ശുക്രനെ കൊണ്ട് ചിന്തിക്കണം. ഭാര്യ ഭർത്താവ് തമ്മിലുള്ള സ്നേഹബന്ധവും ശുക്രനെ കൊണ്ട് ചിന്തിക്കണം. ഇനി അടുത്ത് വരുന്നത് പ്രധാനമായിട്ട് ഡയബറ്റീസിന്റെ കാരകത്വം ശുക്രനുണ്ട്. കിഡ്നി ഡയബറ്റീസ്, കിഡ്നിയെ സംബന്ധിച്ച് ഒരുപാട് പഠിക്കാനുള്ള വിഷയമാണ്. അത് സ്പെഷ്യലായിട്ട് പഠിച്ചാലേ പറ്റുള്ളൂ. ശുക്രനാണ് അതിൻ്റെ ആള്. കിഡ്നി ശുക്രൻ നേരെയല്ല, ശുക്രൻ വശമില്ലാത്ത സ്ഥലത്ത് നിന്ന് കൊടുത്താലും കിഡ്നി പ്രശ്നങ്ങൾ വരും. കിഡ്നി, ഡയബറ്റീസ്, ജനറ്റിക് ഓർഗൻസ് അല്ലെങ്കിൽ ജനനേന്ദ്രിയങ്ങൾ സംബന്ധിച്ചത്, മൂത്രാശയം, യൂറിനൽ ബ്ലേഡ്, യൂറിൻ സംബന്ധമായ അസുഖങ്ങൾ, പിന്നെ ജനറ്റിക് ഓർഗൻസ് അല്ലെങ്കിൽ ജനനേന്ദ്രിയങ്ങൾ, പ്രൈവറ്റ് പാർട്സ്, റൊമാൻസ്, ഇതെല്ലാം ശുക്രനാണ്. ശുക്രന്റെ കാരകത്വം നോക്കണം. ശുക്രന്റെ ദശ നടക്കുമ്പോൾ ഇതിലെല്ലാം പ്രശ്നങ്ങൾ വരും. ശുക്രൻ സുഖം കൊടുക്കും, അത് ഒരു സൈഡിൽ കൂടെ സുഖം കൊടുക്കുന്നതൊക്കെ ശരി തന്നെ. ശുക്രന്റെ സമയം വരുമ്പോൾ ഈ വക കാര്യങ്ങളിലൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാകും. അതായത് ഡയബറ്റീസ്, കിഡ്നി സംബന്ധമായ അസുഖങ്ങൾ, ജനനേന്ദ്രിയങ്ങൾ സംബന്ധമായ അസുഖങ്ങൾ, പ്രൈവറ്റ് പാർട്സ് അല്ലെങ്കിൽ രഹസ്യഭാഗങ്ങൾ, ശരീരത്തിലെ രഹസ്യഭാഗങ്ങളെ സൂചിപ്പിക്കുന്നതും എല്ലാം ശുക്രനാണ്. യൂറിനൽ ഡിസീസ്, മൂത്രാശയ സംബന്ധമായ അസുഖങ്ങൾ, യൂറിനൽ ബ്ലേഡ്, നമ്മൾ പറയാറുണ്ടല്ലോ യൂറിനൽ ബ്ലേഡ്, റൊമാൻസ്, ഇതിൻ്റെയൊക്കെ കാരകത്വം ശുക്രനാണ്. ഇനി ഒരു കാര്യം കൂടി ഉണ്ട്. പുരുഷ ജാതകത്തിൽ നമ്മൾ ഈ പൊരുത്തമൊക്കെ നോക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം. സൂര്യനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു തന്നു, ഭംഗിയായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പുരുഷ ജാതകത്തില് ശുക്രന് ബലമില്ലെങ്കിൽ ബീജബലം ഉണ്ടാകൂല. ബീജബലം, സന്താന ലബ്ധിക്കൊക്കെ നോക്കുമ്പോൾ ഈ സന്താനമൊക്കെ കിട്ടാത്ത ആൾക്കാർ വന്ന് നമ്മളെ മുന്നിൽ വന്നു കഴിഞ്ഞാൽ സന്താനം കിട്ടിയില്ല വെച്ചാൽ ആദ്യം നോക്കേണ്ടത് ശുക്രന് ബലക്കുറവും നീചമൊക്കെ വന്ന് അനിഷ്ടസ്ഥിതി പോയി കഴിഞ്ഞാൽ സന്താന ലബ്ധി ഉണ്ടാകാൻ പാടുണ്ടാവും. നമ്മൾ ഉദ്ദേശിക്കുന്ന സന്താന ലബ്ധി എന്ന് പറഞ്ഞാൽ എന്തോ ഒരു എളുപ്പപ്പെട്ട കാര്യമോ അല്ലെങ്കിൽ ആളിന്റെ ഭംഗിയിലോ തടിമുടുക്കിലോ ഒന്നും കാര്യമില്ല. ശുക്രനാണ് അതിൻ്റെ ആള്. ശുക്രൻ പുരുഷ ജാതകത്തിൽ ബീജത്തിന്റെ കാരകത്വം ശുക്രനാണ്. ശുക്രന് ബലമില്ലെങ്കിൽ ബീജബലം ഉണ്ടാവുകയില്ല, കൗണ്ടിലൊക്കെ പ്രശ്നം വരും. അങ്ങനെ നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. ശുക്രൻ ഒരു ഘടകമാണ്. ശുക്രന് ബലമില്ലെങ്കിൽ ബീജബലം വരൂല എന്ന് പറഞ്ഞാൽ അത് മാത്രമല്ല, വേറെയും ഘടകങ്ങൾ ഉണ്ട്. 5-ാം ഭാവം, 5-ാം ഭാവപതി, വ്യാഴം, ഇതൊക്കെ നോക്കണം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം ബീജത്തിനെ സംബന്ധിച്ച് ഘടകം വരുന്നത് ശുക്രനാണ്. ശുക്രന് ബലമില്ലെങ്കിൽ ബീജബലം ഉണ്ടാവുകയില്ല പുരുഷന്. ഇത്രയും ഒന്നുകൂടെ പറയാം, ശ്രദ്ധിച്ചിരിക്കണം. ലേറ്റായിട്ട് വന്ന ആൾക്കാരും ശ്രദ്ധിച്ചിരുന്നോളൂ. നമ്മൾ നോട്ടൊന്നും എഴുതിയില്ല, ഇനി തന്നെ എഴുതുള്ളൂ. സിതശ്ച മദനോ, മദനം അല്ലെങ്കിൽ കാമഗ്രഹം എന്നറിയപ്പെടുന്ന ശുക്രൻ. കാമത്തിന്റെ കാരകത്വം ശുക്രനാണ്. ശുക്രൻ വിവാഹത്തിന്റെ കാരകത്വം ശുക്രനാണ്. സ്ത്രീ ജാതകത്തിലും പുരുഷ ജാതകത്തിലും വിവാഹത്തിന്റെ കാരകത്വം ശുക്രനാണ്. സ്ത്രീ ജാതകത്തിൽ ഭർത്തൃകാരകത്വം വ്യാഴവും പുരുഷ ജാതകത്തിൽ ഭാര്യകാരകത്വം ശുക്രനും. അങ്ങനെ ഒരുമിച്ച് പഠിച്ചു വെച്ചേക്കണം. അത് കഴിഞ്ഞു പൃഥു, സുഖി,
കാന്തവപു സുലോചന കപാലിലാത്മ സിതവക്രമൂർത്തജ. ഋതു സുഖി കാന്തവപു സുലോചന കപാനിലാത്മ സിതവക്രമൂർത്തജ. സുഖലോലുപമായ ജീവിതവും സുഖകരമായ ജീവിതത്തിന്റെയും കാരകത്വം ശുക്രനാണ്. സുഖലോലുപമായതും സുഖത്തിന്റെയും സുഖലോലുപമായ ജീവിതത്തിന്റെയും സുഖം എന്ന് വെച്ചാൽ മെന്റൽ പീസ് ആയിക്കൊള്ളാം. അതാണ് രണ്ടാം പറഞ്ഞ മനസമാധാനവും സുഖലോലുപമായ ജീവിതത്തിന്റെ കാരകത്വം ശുക്രനാണ്. കാന്തവപു കാന്തിയുള്ളതും മനോഹരമായതും ഉള്ള ശരീരപ്രകൃതമാണ് ശുക്രന്റെ ശരീരപ്രകൃതം. സുലോചന ഭംഗിയുള്ളതും ആകർഷണമുള്ളതും ആയ കണ്ണുകളുള്ളവരായിരിക്കും. പീലി കണ്ണുകളുള്ളവരായിരിക്കും. പീലി എന്ന് വെച്ചാൽ ഇങ്ങനെ നീണ്ടുവരും, കണ്ണിങ്ങനെ നീണ്ടുവരുന്ന ആലില പോലെ നല്ല നീണ്ട കണ്ണായിരിക്കും. പീലിക്കണ്ണെന്ന് പറയും. കപാനിലാത്മ കഫപ്രകൃതമാണ് ശുക്രന്റെ പ്രകൃതം. കഫപ്രകൃതം എന്ന് പറഞ്ഞാൽ ശരീരപുഷ്ടിയുള്ളവരായിരിക്കും. ശുക്രൻ കേന്ദ്രത്തിൽ നിൽക്കുക, ശുക്രന്റെ രാശിയിൽ ജനിക്കുക, ഇതാണ് അങ്ങനെ വരുന്നത്. ശുക്രൻ രാശിയിൽ ജനിക്കുക, ശുക്രൻ ബലവാനായി ലഗ്നത്തിലോ 7-ലോ കേന്ദ്രത്തിലോ വരിക എങ്കിൽ ഈ സ്വഭാവങ്ങളൊക്കെ ഉണ്ടാവും. കാന്തവപു കാന്തിയുള്ള ശരീരം, കാണാൻ മനോഹരമായ ശരീരമായിരിക്കും, നല്ല ശരീരപുഷ്ടി. ശുക്രനും ചന്ദ്രനും ജലഗ്രഹങ്ങളാണ്. ഇവർ ലഗ്നവുമായി ബന്ധപ്പെട്ടാൽ ശരീരപുഷ്ടി ഉണ്ടാകും. സിതവക്രമൂർത്തജ വളഞ്ഞ തലമുടി, അല്ലെങ്കിൽ വളഞ്ഞ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുരുണ്ട തലമുടി അല്ലെങ്കിൽ ഭംഗിയുള്ള തലമുടിയുള്ളവരായിരിക്കും. എല്ലാവരും ചുരുണ്ട തലമുടി കൊണ്ടെന്നൊന്നും പറയാൻ പറ്റില്ല. പുരുഷ ജാതകത്തിൽ ശുക്ലത്തിന്റെ അല്ലെങ്കിൽ ബീജത്തിന്റെ കാരകത്വം ശുക്രനാണ്. ശുക്രന് ബലമില്ലെങ്കിൽ ബീജ സംബന്ധമായ കുറവുകൾ ഉണ്ടാകും. വിവാഹ പൊരുത്തം വരുമ്പോൾ, സന്താന വിഷയം വരുമ്പോൾ ഇത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കണം. ഇനി വാഹനത്തിന്റെ കാരകത്വം. വാഹനം, സമ്പത്ത്, കട്ടില്, കിടക്ക, ഗൃഹോപകരണങ്ങള്, ബെഡ്റൂം, പിന്നെ വസ്ത്രം, വിശേഷ വസ്ത്രം, ആഭരണങ്ങൾ തുടങ്ങിയവന്റെ കാരകത്വം ശുക്രനാണ്. പാട്ട്, നൃത്തം, സംഗീതം തുടങ്ങിയ കലാരൂപങ്ങളുടെ കാരകത്വം ശുക്രനാണ്. ശുക്രൻ ബലവാനായിരുന്നാൽ ഇതൊക്കെ ഉണ്ടാകും. അത് കഴിഞ്ഞ് ലവ് ആൻഡ് ഹാപ്പിനെസ് ഫ്രം വൈഫ് ഓർ ഹസ്ബൻഡ്, അതായത് ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിൽ നിന്ന് കിട്ടുന്ന സ്നേഹത്തിന്റെ കാരകത്വം ശുക്രനാണ്. ശുക്രൻ ഡയബറ്റീസ്, കിഡ്നി, പിന്നെ ശരീരത്തിലെ രഹസ്യഭാഗങ്ങൾ, ജനനേന്ദ്രിയങ്ങള്, യൂറിൻ സംബന്ധമായ അസുഖങ്ങൾ, യൂറിനൽ ബ്ലാഡ്, ഇതിന്റെയൊക്കെ കാരകത്വം ശുക്രനാണ്. ശുക്രനുമായി ബന്ധപ്പെട്ടതാണ്. ഇത്രയാണ് പറഞ്ഞത്. ഇവരൊന്ന് എഴുതാമോ? എഴുതാം സാർ. എഴുതണം. ശുക്രൻ സിതശ്ച സീത ഇശ്ച സിതശ്ച മദനോ ഓരയില് 2-ല് 1-ാമത്തെ പ്രമാണത്തിൽ വരണ ഒരു വാക്കാണ്. ഓര 2-ല് 1. ശുക്രൻ മദനകാരകനാണ്. ലൈംഗികപരമായ കാര്യങ്ങളുടെ കാരകത്വം ശുക്രനാണ്. ലൈംഗികപരമായ വിഷയങ്ങളുടെ കാരകത്വം ശുക്രനാണ്. സ്ത്രീ ജാതകത്തിലും പുരുഷ ജാതകത്തിലും, സ്പീഡ് എഴുതണം, സ്ത്രീ ജാതകത്തിലും പുരുഷ ജാതകത്തിലും വിവാഹത്തിന്റെ കാരകത്വം ശുക്രന്.
സ്ത്രീജാതകത്തിൽ ഭർത്തൃകാരകത്വം വ്യാഴത്തിനും സ്ത്രീജാതകത്തിൽ ഭർത്തൃകാരകത്വം വ്യാഴത്തിനും പുരുഷജാതകത്തിൽ ഭാര്യാകാരകത്വം ശുക്രനുമാണ്. സ്ത്രീജാതകത്തിൽ ഭർത്തൃകാരകത്വം വ്യാഴത്തിനും പുരുഷജാതകത്തിൽ ഭാര്യാകാരകത്വം ശുക്രനുമാണ്. എഴുതിയോ? ശ്ലോകമാണ്. ഓരയില് 2-ല് 10-മത്തെ ശ്ലോകമാണ്. 2-ല് 10-ഓ 11-ഓ വരും. 2-ല് 10 ആയിരിക്കും. 10 തന്നെ. സൂര്യൻ, ചന്ദ്രൻ, ഋതു, സുഖി, കാന്തവപു, സുലോചന, അടുത്ത ലൈനില് കപാനിലാത്മ, കപ അനിലാത്മ എന്നർത്ഥം. കപാനിലാത്മ. സിതവക്രമൂർത്തജ, ഋതു, സുഖി, കാന്തവപു, സുലോചന. അടുത്ത ലൈനില് കപാനിലാത്മ, സിത വക്രമൂർത്തജ. ഇനി ഇതിന്റെ അർത്ഥമാണ്. സുഖത്തിന്റെയും ആഡംബര ജീവിതത്തിന്റെയും കാരകത്വം ശുക്രനാണ്. സുഖത്തിന്റെയും ആഡംബര ജീവിതത്തിന്റെയും കാരകത്വം ശുക്രനാണ്. ശുക്രന്റെ രാശിയിൽ ജനിക്കുക, ശുക്രൻ ലഗ്നത്തിലോ 7-ലോ കേന്ദ്രങ്ങളിലോ ബലവാനായി വരിക, ശുക്രൻ ലഗ്നത്തിലോ 7-ലോ കേന്ദ്രങ്ങളിലോ ബലവാനായി വരിക, കേന്ദ്രത്തിലോ വന്നാൽ, ശുക്രൻ രാശിയിൽ ജനിക്കുക, ശുക്രൻ ബലവാനായി ലഗ്നത്തിലോ 7-ലോ കേന്ദ്രങ്ങളിലോ വന്നാൽ കാന്തിയുള്ള ശരീരപ്രകൃതവും കാന്തിയുള്ളതും കാണാൻ ഭംഗിയുള്ളതുമായ ശരീരപ്രകൃതവും ആകർഷണവും മനോഹരമായതുമായ പീലി കണ്ണുകളുള്ളവരും
ഈലി കണ്ണുകളുള്ളവരും കഫപ്രകൃതവും നല്ല ശരീരപുഷ്ടിയുള്ളവരും ആയിരിക്കും. കഫപ്രകൃതവും നല്ല ശരീരപുഷ്ടിയുള്ളവരുമായിരിക്കും. പ്രത്യേകിച്ച് ചന്ദ്രനും ശുക്രനും ജലഗ്രഹങ്ങളാണ്. ഇവർ ബലവാന്മാരായി ലഗ്ന കേന്ദ്രങ്ങളിൽ വന്നാൽ ശരീരപുഷ്ടി ഉണ്ടാകും. കൂടാതെ മനോഹരമായതോ ചുരുണ്ടതോ ആയ തലമുടിയുള്ളവരായിരിക്കും. അടുത്ത ലൈനിൽ വാഹനത്തിന്റെയും സമ്പത്തിന്റെയും വീട് കെട്ടിട സമുച്ചയങ്ങൾ കട്ടിൽ, കിടക്ക, ആഭരണങ്ങൾ, വസ്ത്രങ്ങൾ, വിശേഷ വസ്ത്രങ്ങൾ, വാഹനങ്ങൾ, സമ്പത്ത്, വീട്, കെട്ടിട സമുച്ചയങ്ങൾ, പിന്നെ വേറെ കട്ടില്, കിടക്ക, ഗൃഹോപകരണങ്ങൾ, വസ്ത്രം, വിശേഷ വസ്ത്രം, ആഭരണങ്ങൾ, ഇവയൊക്കെ ശുക്രൻ ബലവാനായി നിന്നാൽ ഉണ്ടാകും. ഇതെല്ലാം ശുക്രന്റെ കാരകത്വങ്ങളാണ്. സംഗീതം, പാട്ട്, നൃത്തം തുടങ്ങിയ കലാരൂപങ്ങളുടെ കാരകത്വവും ശുക്രനാണ്. അടുത്ത ലൈനില് പുരുഷ ജാതകത്തിൽ ബീജത്തിന്റെ കാരകത്വം ശുക്രനാണ്. ശുക്രന് ബലമുണ്ടെങ്കിലേ ബീജബലം ഉണ്ടാവുകയുള്ളൂ.
സന്താന വിഷയങ്ങളിൽ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. സന്താന വിഷയങ്ങളിൽ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. സാറ് സ്ത്രീകളില് ഇത് കുജനാണോ സാറ്? ഈ സ്ത്രീക്ക് ചന്ദ്രനും ചൊവ്വയുമാണ്. ഓക്കെ. ചന്ദ്രനും ചൊവ്വ, പുരുഷന് സൂര്യനും ശുക്രനും. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹബന്ധം ശുക്രനെ കൊണ്ട് ചിന്തിക്കണം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സ്നേഹബന്ധം ശുക്രനെ കൊണ്ട് ചിന്തിക്കണം. ഭാര്യ ഭർത്താക്കന്മാരത്തുള്ള സ്നേഹബന്ധം ശുക്രനെ കൊണ്ട് ചിന്തിക്കണം. അടുത്ത രോഗങ്ങൾ, സൈഡ് ഹെഡിങ് കിട്ടും. രോഗങ്ങൾ. ശുക്രന് ബലമില്ലാതെയോ പാപബന്ധത്തോടുകൂടിയോ വന്നാൽ, ശുക്രന് ബലമില്ലാതെയോ പാപബന്ധത്തോടുകൂടിയോ വന്നാൽ ഡയബറ്റീസ്, കിഡ്നി സംബന്ധമായത്, ജനനേന്ദ്രിയങ്ങൾ, ശരീരത്തിലെ രഹസ്യഭാഗങ്ങൾ സംബന്ധമായത്, മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ, മൂത്രാശയപരമായ സംബന്ധ രോഗങ്ങൾ, യൂറിനൽ ബ്ലേഡ്, ഹെർണിയ സംബന്ധമായത്, ഹെർണിയ ഒരു പ്രധാന, ഞാൻ പറയാൻ പറ്റുമോ, സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാകാൻ ഇടവരും. അടുത്ത എഴുതിക്കണം. സ്ത്രീകൾ സംബന്ധമായ ലൈംഗിക ആരോപണങ്ങളുടെ കാരകത്വം ശുക്രനാണ്. സ്ത്രീകൾ സംബന്ധമായ ലൈംഗിക ആരോപണങ്ങളുടെ കാരകത്വം ശുക്രനാണ്. ഇനി അതാണ് പഠിക്കേണ്ടത്. ശുക്രന്റെ ജോലികൾ നോക്കിക്കൊണ്ട് നമ്മൾ ചൊവ്വാദോഷം എന്ന് പറഞ്ഞ് ആളുകളെ വരട്ടും. ചൊവ്വയല്ല കളിക്കുന്നത്, ശുക്രനാണ് കളിക്കുന്നത്. നോക്കിക്കൊള്ളുക. എല്ലാവരും എഴുതിയോ? ഈ വിഷയവുമായി ബന്ധപ്പെട്ട ലൈംഗിക ആരോപണങ്ങളുടെ കാരകത്വം ശുക്രനാണ്. നമ്മൾ എല്ലാവരും ചൊവ്വാദോഷം. ഈ ചൊവ്വയെ കൊണ്ടുള്ള ദോഷം എന്തെന്ന് ചോദിച്ചാൽ ഒരുത്തന്മാരും പറയൂല. ചൊവ്വാദോഷം അത് ബുക്കിൽ എഴുതുന്നു, ഗ്രന്ഥങ്ങളിൽ പറയുന്നുണ്ട്. ശാസ്ത്രമാണ് എന്തെന്ന് ചോദിച്ചാൽ പറയൂല. ഇനി നോക്കാം. ലഗ്നത്തിൽ ശുക്രൻ നിന്നാൽ എന്താണ് ഫലം? ആദ്യം നോക്കേണ്ടത്, ലഗ്നത്തിൽ ഒരാളിന്റെ ലഗ്നത്തിൽ ശുക്രൻ നിൽക്കുകയാണ്. മരനിപുണ സുഖവാംസ്തു വിലഗ്നേ. വിലഗ്നം എന്ന് പറഞ്ഞാൽ ലഗ്നത്തിന്റെ അപരനാമമാണ് വിലഗ്നം. തനുഭാവം, വിലഗ്നം, ലഗ്നം
എന്നൊക്കെ പറയുന്നത് ലഗ്നത്തിനെ സൂചിപ്പിക്കുന്നതാണ്. സ്മര നിപുണ എന്ന് വെച്ചാൽ കാമകേളികളിൽ താല്പര്യം. സുഖവാംസ്തു സുഖലോലുപമായ ജീവിതമായിരിക്കും. കുറച്ചു നേരത്തിന് മുമ്പ് പഠിച്ചു സുഖത്തിന്റെ കാരകത്വം ശുക്രൻ. അപ്പൊ ശുക്രൻ എവിടെ വന്നാൽ സുഖം കിട്ടും? ശുക്രൻ എവിടെ നിന്നാൽ സുഖം കൂടുതൽ ഉണ്ടാവും? ലഗ്നത്തിൽ എന്നർത്ഥം. ലഗ്നത്തില് അല്ലെങ്കിൽ 7 നിന്നാലും ഉണ്ടാവും. ലഗ്നത്തില് ദൃഷ്ടി വരും. സ്മര നിപുണ എന്നാണ്. നിപുണത, ടാലൻസി. കാമകേളികളിൽ നിപുണത. സുഖവാംസ്തു സുഖലോലുപമായ ജീവിതം. ലഗ്നത്തിൽ ശുക്രൻ വന്നാൽ. ഈ ശുക്രന് ബലമുണ്ടെങ്കിൽ ഇതൊക്കെ നല്ല രീതിയിൽ നടക്കും. ശുക്രൻ ബലമില്ലാതെ ലഗ്നത്തിൽ വന്നാൽ ഇതൊക്കെ കൊണ്ട് നാണക്കേടുണ്ടാവും. ഇപ്പോ മീന ലഗ്നത്തിൽ ശുക്രൻ, കന്നി ലഗ്നത്തിൽ ശുക്രൻ, രണ്ടും ഒരുപോലെ ഇരിക്കുമോ? അല്ല, ഒന്ന് ഉച്ച ഒന്ന് നീചോ. ഒന്ന് ഉച്ചം ഒന്ന്. ഉച്ചത്തിന് നല്ല സ്ട്രോങ് ആയിരിക്കും, നല്ല സ്നേഹലോലുപമായ ജീവിതമായിരിക്കും. കാമകേളികളിൽ താല്പര്യം ഉണ്ടെങ്കിലും അത് നല്ല രീതിയിൽ പോകും. മറ്റത് അങ്ങനെയല്ല. നീചം, വെറും നാണക്കേടുണ്ടാകുന്ന രീതിയിൽ, കുടുംബത്തിനും ഒക്കെ നാണക്കേടുണ്ടാകുന്ന രീതിയിലൊക്കെ ചുമ്മാ കാണുന്നവരെയൊക്കെ വാചകം അടിച്ച് കേട്ടിട്ടില്ലേ? ചുമ്മാ പഞ്ചാര അടിച്ചുകൊണ്ട് നടക്കുന്ന കേട്ടില്ല? നമ്മൾ പഞ്ചാര അടിക്കുക എന്ന് പറയും നമ്മുടെ നാട്ടിൽ. നാണക്കേടുണ്ടാകുന്ന രീതിയിലൊക്കെ ഉള്ള ഇടപെടലുകൾ ഉണ്ടാകും. അത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. എങ്ങനെ ചിന്തിക്കണമെന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. ബലമുണ്ടെങ്കിൽ നല്ല രീതിയിൽ, ബലമില്ലെങ്കിൽ മോശമായ രീതിയിൽ. നിപുണ സുഖവാംസ്തു വിലഗ്നേ. കാമകേളികളിൽ താല്പര്യം, സുഖലോലുപമായ ജീവിതം എന്നിവ ഉണ്ടാകും ശുക്രൻ ലഗ്നത്തിൽ നിന്ന്. ഇത് ബലമുണ്ടെങ്കിൽ നല്ല രീതിയിലും ബലമില്ലെങ്കിൽ മോശമായ രീതിയിലും പോകും എന്ന് എഴുതിയാൽ മതി. അടുത്തത് 7 നിന്നാൽ എങ്ങനെ വരും? 7 നിന്നാൽ അപ്പോൾ നോക്കിവിടണം. ശുക്രന്റെ ഒരു സ്വഭാവം ഇതാ പഠിച്ചു, തുടങ്ങിയതേ ഉള്ളൂ. ഒരു സ്വഭാവം പഠിച്ചു. ലഗ്നത്തിൽ നിന്ന് കഴിഞ്ഞാലുള്ള സ്വഭാവം പഠിച്ചു. അത് ബലമുണ്ടെങ്കിൽ നല്ല രീതിയിലാവും, ബലമില്ലെങ്കിൽ അതിന്റെ രൂപങ്ങൾ മോശമായ രൂപത്തിൽ വരും. ഇനി 7 ശുക്രൻ നിന്നാൽ പ്രിയ കലഹോ എന്ന് വെച്ചാൽ കലഹപ്രിയൻ എന്നുള്ളതാണ്. കലഹപ്രിയൻ, പ്രിയ കലഹോ. കലഹപ്രിയൻ എന്നും എടുക്കാം, നല്ല രീതിയിലുള്ള കലഹം എന്നും എടുക്കാം. അങ്ങനെ എടുക്കാറുണ്ട്. പ്രിയ കലഹോ. അസ്തഗതേ. അസ്ത എന്ന് പറഞ്ഞാൽ 7-ാം ഭാവം. 7 നിന്നാൽ സുരദേപ്സു, സുരതപ്രിയൻ എന്ന് പറഞ്ഞാൽ ആദ്യം പറഞ്ഞ കാമകേളി. അപ്പൊ ലഗ്നത്തിൽ നിന്നാലും 7 നിന്നാലും ഫലം തഥൈവ, ഒരുപോലെ തന്നെ. പ്രിയ കലഹോ, കലഹപ്രിയനായും കാമകേളികളിൽ താല്പര്യമുള്ളവനായും കാണപ്പെടും. 7 നിന്നാലും ഇത് തന്നെ. അപ്പൊ ലഗ്നത്തിൽ വന്നാലും 7 വന്നാലും നമ്മൾ ഫലം പറയുമ്പോൾ ഒരേ ഫലം തന്നെ. 7 വന്നാൽ കലഹപ്രിയനും കൂടിയായിരിക്കും. ഇവിടെയും ഇതുപോലെ ബലമുണ്ടെങ്കിൽ നന്നായിരിക്കും, ബലമില്ലെങ്കിൽ മോശമായ രീതിയിലിരിക്കും. പ്രിയ കലഹോ അസ്തഗതേ സുരദേപ്സു. കലഹപ്രിയനും സുരതപ്രിയനും അല്ലെങ്കിൽ കാമകേളികളിൽ താല്പര്യമുള്ളവനും ആയിരിക്കും 7 നിന്നാൽ. ബലമുണ്ടെങ്കിൽ നല്ല രീതിയിലായിരിക്കും, ബലമില്ലെങ്കിൽ മോശമായ രീതിയിലായിരിക്കും. അപ്പൊ 2 കാര്യം പഠിച്ചു. ഇനി അടുത്ത് പറയേണ്ടത് ഒരു പ്രധാന വിഷയം. ചൊവ്വ പഠിച്ചപ്പോൾ പഠിച്ചു എന്ന് തോന്നുന്നു, അതോ ഇല്ലേന്നറിയില്ല. ഈ ചൊവ്വയും ശുക്രനും കൂടി യോജിക്കരുത് എന്ന് പറയും. കേട്ടിട്ടുണ്ടോ? നമ്മുടെ ഇതിനു മുമ്പുള്ള ക്ലാസ്സിൽ ഇരുന്നവർക്കൊക്കെ അറിയാം. കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ചൊവ്വയും ശുക്രനും നല്ല കൂടി യോജിക്കുന്നത് നല്ല കോമ്പിനേഷൻ അല്ല. ആ കോമ്പിനേഷൻ നല്ലതല്ല. അത് വന്നു എന്ന് പറഞ്ഞു കുഴപ്പമൊന്നുമില്ല. എന്നാൽ ചില ഭാവങ്ങളിൽ വന്ന് നിൽക്കരുത്. 7-ലോ ലഗ്നത്തിലോ 5-ലോ 9-ലോ ഒക്കെ വരരുത് എന്ന് പറയും.
5, 9, 7, 11 വരരുത്. വന്നു കഴിഞ്ഞാൽ കുഴപ്പമാണ്. പിന്നെ അതിനെ പരിഹരിക്കണമെങ്കിൽ വ്യാഴത്തിന്റെ ദൃഷ്ടിയോ യോഗമോ ബുധന്റെയോ വ്യാഴത്തിന്റെയോ ദൃഷ്ടിയോ യോഗം ഉണ്ടെങ്കിൽ കുറച്ചൊന്ന് പരിഹരിക്കപ്പെടും. വേറെ ഭാവങ്ങളിൽ വന്ന കുഴപ്പമില്ല. 2-ലോ 3-ലോ 4-ലോ 5-ലോ 6-ലോ 8-ലോ 12-ലോ 10-ലോ ഒക്കെ വന്നാൽ കുഴപ്പമൊന്നും. അതായത് ഇങ്ങനെയാണ് പറയുന്നത്. പരയുപതിരഥോ എന്നാണ് പറയുന്നത്. ഗോപോ മല്ലോ അത ദക്ഷ പരയുപതിരഥോ ദ്യൂതകൃത് സാസുരേട്യേ. പരയുപതിരഥോ ദ്യൂതകൃത്. ചൂത് കളിയിൽ താല്പര്യം ഉണ്ടാകും. ചൂത് കളി എന്ന് പറഞ്ഞാൽ പണം വച്ചുള്ള കളികൾ. പണം വച്ചുള്ള കളി എന്ന് വെച്ചാൽ പണത്തിന് ആവശ്യമില്ലാതെ ചെലവാക്കുക, അതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ പരയുവതിരഥോ മറ്റ് സ്ത്രീകളുമായിട്ടുള്ള അല്ലെങ്കിൽ മറ്റ് പുരുഷനുമായിട്ടുള്ള രഹസ്യ ബന്ധങ്ങൾ ഉണ്ടാകും. ശുക്രനും ചൊവ്വയും കൂടി ഒരുമിച്ച് നിന്നാൽ എന്നാണ് പറയുന്നത്. ബാക്കിയുള്ളതൊന്നും വേണ്ട. ബാക്കി കുറെ കിടപ്പുണ്ട്. അങ്ങനെ ഗോപോ മല്ലോ അത ദക്ഷ എന്നൊക്കെ കിടണ്ട. അതൊന്നും നമുക്ക് വേണ്ട. നമുക്ക് പ്രധാന വിഷയം മാത്രം പഠിച്ചാൽ മതി. അതായത് ചൂത് കളിയിൽ താല്പര്യം. ചൂത് കളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണം വച്ചുള്ള കളി എന്നർത്ഥം. പണത്തിന് ആവശ്യമില്ലാതെ ചെലവാക്കുക. അതുപോലെ പരസ്ത്രീ അല്ലെങ്കിൽ പരപുരുഷ ബന്ധം മാരേജിന് ശേഷം ഉണ്ടാവാനാണ് ചാൻസ് കൂടുതൽ. വിവാഹശേഷം പരപുരുഷ ബന്ധം അല്ലെങ്കിൽ പരസ്ത്രീ ബന്ധം. പുരുഷനാണെങ്കിൽ സ്ത്രീ ബന്ധം, സ്ത്രീ ആണെങ്കിൽ പുരുഷ ബന്ധം. പരപുരുഷ ബന്ധം അല്ലെങ്കിൽ പരസ്ത്രീ ബന്ധം ഉണ്ടാകാനിടവരും. പരയുവതിരഥ ദ്യൂതകൃത്. ദ്യൂത, ദൂതൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെസഞ്ചർ. ദ്യൂത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം വേറെയാണ്. ദ്യൂതകൃത്. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട കേസാണ്. ഇങ്ങനെ 7-ലൊക്കെ വരരുത്. ഇവര് രണ്ടുപേരും കൂടി 7-ൽ വന്നാൽ കുഴപ്പമാണ്. ഈ ശരി. 7-ല് ശുക്രൻ നിക്കുകയും ഈ നേരത്തെ അങ്ങ് പറഞ്ഞല്ലോ ഈ ഷുഗറിന്റെ കാര്യം. അപ്പം അങ്ങനെ വരുമ്പോ ഷുഗർ മാറുമെന്ന് പറയാൻ പറ്റുമോ? ഹലോ ഹലോ ഒന്നുകൂടി പറയുമോ? 7-ല് ശുക്രൻ നിന്നാല് ഈ അന്ന് ഒരാൾക്ക് പ്രമേഹം ഉണ്ടെങ്കിൽ ആ പ്രമേഹത്തിന് ഭേദം ഉണ്ടാവുമെന്ന് പറയാൻ പറ്റുമോ? എങ്ങനെ പ്രമേഹം? പ്രമേഹത്തിന്റെ കാരകനാണെന്ന് പറഞ്ഞല്ലോ സാർ നേരത്തെ ശുക്രൻ. പ്രമേഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശുക്രൻ ചില സ്ഥലങ്ങളിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഷുഗറിന്റെ കംപ്ലൈന്റ് ഉണ്ടാകും. അതെ. അപ്പൊ ഈ 7-ല് കേന്ദ്രത്തില് നിൽക്കുകയും 7-ല് നിൽക്കുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ അത് വേറെ വിഷയമാണ്. ഓരോന്നും ഓരോ വിഷയം. ലഗ്നത്തിലോ ലഗ്ന കേന്ദ്രത്തിലോ ഒക്കെ നിന്ന് കഴിഞ്ഞാൽ പ്രമേഹത്തിന്റെ കുഴപ്പം ഉണ്ടാകും. അത് ശുക്രൻ കൊണ്ട് വ്യാഴത്തിനും ഉണ്ട്. അത് ആ വിഷയം വേറെ, ഈ വിഷയം വേറെ. ഇപ്പോ നമ്മൾ നേട്ടങ്ങൾ ഒരുപാട് ഉണ്ടാവും, അതോടൊപ്പം അസുഖവും ഉണ്ടാവും. ഇപ്പൊ നമ്മുടെ തന്നെ ഇരിക്കുന്നുണ്ട്, നമുക്ക് നല്ല ജോലി തൊഴില് എല്ലാം കൊണ്ട് നല്ല കുടുംബജീവിതം എല്ലാം ആയിരിക്കും. അസുഖവും ഉണ്ടാവും. BP ഉണ്ടാവും, കൊളസ്ട്രോൾ ഉണ്ടാവും, ഹാർട്ട് സംബന്ധമായ പ്രശ്നം ഉണ്ടാവും. ഓരോന്നും ഓരോ വഴിക്ക് നടക്കും. അങ്ങനെ ഉണ്ടാകാം. സാർ അതപ്പോ ഈ ശുക്രദശ നമുക്കും ഉണ്ടാവും. ഈ പ്രധാനമായിട്ട് ശുക്രന്റെ സമയമൊക്കെ വരുമ്പോൾ ഈ ഹെർണിയുടെ അസുഖം ഉണ്ടാവാൻ ചാൻസ്. അത് ബലമുണ്ടെങ്കിലും ഉണ്ടാവും. ബലമുണ്ടെങ്കിലും ഉണ്ടാവും. സാർ ഇതൊക്കെ ശുക്രദശ അല്ലെ വ്യാഴദശ ആ സമയത്താണോ അല്ല
ഒന്ന് കേട്ടുകൂടാ, ഒന്നും സൗണ്ട് ഇല്ല. സാർ ഇതൊക്കെ അസുഖങ്ങളൊക്കെ വരും ഈ ദശ വരുമ്പോഴാണ്, ശുക്രദശ അല്ലെങ്കിൽ വ്യാഴത്തിന്റെ ദശയൊക്കെ വരുമ്പോഴാണ് സാർ. ഞാൻ പറയുന്ന കേൾക്കാമോ? കേൾക്കാം സാർ. കേൾക്കാം സാർ. ഇപ്പോഴും കേൾക്കാമോ? കേൾക്കാം സാർ. കേൾക്കാം സാർ. കേൾക്കാം സാർ. കേൾക്കാം. ഇനി പറയണം, ഇനി കേൾക്കാം. സാർ ഈ അസുഖങ്ങളൊക്കെ ഈ ഷുഗർ ഇതൊക്കെ വരുന്നത് ശുക്രദശ അല്ലെ വ്യാഴദശയൊക്കെ വരുമ്പോഴാണോ? അങ്ങനെയാണ് സാർ. അപ്പോഴായിരിക്കും കൂടുതലും അത് എഫക്റ്റ് അടിക്കുന്നത്. അപ്പോഴായിരിക്കും, അതായത് ഒരാളിന് ശുക്രൻ നിൽക്കുന്നത് തുലാത്തില്, കേട്ടോളണം, വ്യക്തമായിട്ട് കേട്ടോളണം. ശുക്രന്റെ അപകാരം വന്നപ്പോൾ തുലാത്തിൽ നിൽക്കുക എന്ന് പറയുമ്പോൾ എന്തോ ആയിക്കൊണ്ടുകൂടെ, തുലാത്തില് 4-ാം ഭാവമായിട്ട് തുലാത്തിലാണ് നിൽക്കുന്നത്. കർക്കിടക ലഗ്നക്കാരൻ 4-ാം ഭാവം തുലാത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ നല്ല ശുക്രനാണ്. ശുക്രന്റെ അപകാരം വന്നപ്പം കർണിയുടെ ഓപ്പറേഷൻ നടന്നു. ശുക്രന്റെ അപകാരം നടന്നപ്പോൾ കർണിയുടെ ഓപ്പറേഷൻ നടന്നു. അതുവരെ അതിന്റെ സമയം വരുമ്പോഴും വരും. ആ സമയം വരുമ്പോഴാണ് കൂടുതൽ എഫക്റ്റ് അടിക്കുന്നത്. പിന്നെ വരും. ഇപ്പൊ പഠിക്കുന്നത് ശുക്രനും ചൊവ്വയും കൂടി യോജിച്ചു എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയണത് പ്രധാനമായിട്ട് വരണത് ശുക്രനും ചൊവ്വയും കൂടി യോജിച്ചാൽ പരയുവതിരഥോ ദ്യൂതകൃത്, പരയുവതി ബന്ധം, വിവാഹശേഷം മറ്റ് സ്ത്രീകളുമായിട്ടോ അല്ലെങ്കിൽ സ്ത്രീകളാണെങ്കിൽ മറ്റു പുരുഷന്മാരുമായിട്ടുള്ള ബന്ധങ്ങൾ ഉണ്ടാകാം. പിന്നെ വേറെ എന്തോ ഉണ്ടാകാം, ചൂതുകളി അല്ലെങ്കിൽ പണം വച്ചുള്ള കളികൾ ഉണ്ടാകാൻ ഇടവരും. ഇനി ഇത് പോരയിൽ പറയുന്നത് ജാതകാദേശത്തിൽ ഒരു സെന്റൻസ് പറയുന്നുണ്ട്. ശുക്രേ ധീ ധർമ്മ ഹസ്തകെ ഭാനുയുക്തെ പൗമാട്യെ ധാരവൈകല്യമാക്കൂ. ശുക്രൻ ചൊവ്വയുമായി യോഗം ചെയ്യുകയോ സൂര്യനുമായി യോഗം ചെയ്യുകയോ ചെയ്ത് 5, 7, 9 വന്നാൽ തൻ്റെ കളത്രത്തിന് എന്തെങ്കിലും അംഗവൈകല്യങ്ങൾ ഉണ്ടാകാൻ ഇടവരും എന്നും പറയുന്നു. അംഗവൈകല്യം വെച്ചാൽ മാനസികമായിട്ടോ ശാരീരികമായിട്ടുള്ള വൈകല്യങ്ങൾ. വൈകല്യം എന്നേ പറയുന്നുള്ളൂ. അത് മാനസികമോ ശാരീരികമായിട്ടുള്ള വൈകല്യം ഉണ്ടാകാം. ശുക്രൻ ധീ എന്ന് പറഞ്ഞാൽ ബുദ്ധി 5, ധർമ്മം എന്ന് വെച്ചാൽ 9-ാം ഭാവം, അസ്തകേ ധീ ധർമ്മ അസ്തകേ 7-ാം ഭാവം, പൗമാട്യം ശ്രീ ധർമ്മ അസ്തകെ ഭാനുയുക്തെ എന്ന് വെച്ചാൽ സൂര്യനായിട്ട് യോജിക്കുക. പൗമാട്യം എന്ന് പറഞ്ഞാൽ പൗമൻ, ചൊവ്വയായിട്ട് യോജിക്കുക. ധാരവൈകല്യമാവും, തൻ്റെ കളത്രത്തിന് എന്തെങ്കിലും വൈകല്യം ഉണ്ടാകാൻ ഇടവരും എന്ന് ജാതകാദേശത്തിലെ 13-ാമത്തെ ചാപ്റ്ററിൽ പറയും. അതിൽ ആദ്യത്തെ ഒരു 4-5 ശ്ലോകത്തിന്റെ അടുത്ത് ഒരു നോക്കിക്കൊണ്ടാകും. ശുക്രനെ നോക്കിക്കൊണ്ട് ശുക്രൻ വശമില്ലാതെ ഒന്നും നിൽക്കരുത്. 5, 7, 9 പറയുന്നത്. ലഗ്നത്തിൽ വന്നാലും വരും. ലഗ്നത്തിൽ വന്നാൽ 7 ദൃഷ്ടി വരും. ലഗ്നത്തിന് തുല്യ പ്രാധാന്യം 5-നും 9-നും ഉണ്ട്. 7 കളത്ര സ്ഥാനം, അതുകൊണ്ടാണ് 7-നെ പിടിച്ചത്. ലഗ്നവും 5-ഉം 9-ഉം ഒരേ പ്രാധാന്യമുള്ളതാണ്. ധർമ്മ ത്രികോണം എന്ന് പറയും. 5 ലഗ്നം, 5, 9, പിന്നെ അത് കഴിഞ്ഞിട്ട് 7-ലും വന്നു കഴിഞ്ഞാൽ ലഗ്നവും കൂടി പിടിച്ചോളണം. അവിടെ ലഗ്നത്തിനെ കുറിച്ച് പറയുന്നില്ല, ലഗ്നവും കൂടി എടുത്തോളണം. അപ്പോൾ ചൊവ്വ ശുക്രനുമായി യോഗം ചെയ്താൽ പരയുവതിരഥോ ദ്യൂതകൃത്, അത് കഴിഞ്ഞ് ശുക്രേ തീ ധർമ്മ ഹസ്തകെ ഭാനുയുക്തെ പൗമാട്യെ ധാരവൈകല്യമാ. ശുക്രൻ ചൊവ്വയുമായോ സൂര്യനുമായോ യോഗം ചെയ്ത് 5-ലോ 7-ലോ 9-ലോ നിന്നാൽ തൻ്റെ കളത്രത്തിന് എന്തെങ്കിലും അംഗവൈകല്യങ്ങൾ അല്ലെങ്കിൽ വൈകല്യം എന്നേ പറയുന്നു, അംഗവൈകല്യമോ മാനസിക വൈകല്യങ്ങളോ ഉണ്ടാകാൻ ഇടവരും. ഇത്രയും ഒന്ന് എഴുതാമോ? നമ്മളൊരു ഹെഡിങ് ഇട്ടിട്ടുണ്ട്, ഒരു സെന്റൻസ് മുകളിൽ എഴുതിയിട്ടുണ്ട്. ശുക്രൻ ലഗ്നത്തിൽ നിന്നാൽ, ഇത് കംപ്ലീറ്റ് ശ്ലോകമൊന്നും പഠിക്കണ്ട, ഈ പോയിന്റിനെ എങ്ങനെയേ പഠിച്ചു വെച്ചേക്കണം. ഇതേ ഉപയോഗമുള്ളൂ.
വേറെ നിങ്ങൾ പലതുമൊക്കെ പഠിച്ചുകൊണ്ട് പോയിട്ട് ചുമ്മാ കുറെ എന്തെങ്കിലുമൊക്കെ പ്രിലിമിനറി പഠിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു ഉപയോഗവും ഇല്ല. ഒരു ഫലം പറയാൻ പറ്റില്ല. അതാണ് ഒരു 5 വർഷം 10 വർഷം പഠിച്ചിട്ട് ആളുകളെ കറങ്ങിക്കൊണ്ട് നടക്കും, ഒന്നും ഫലം പറയാനൊന്നും കഴിയാതെ. ഫലം പറയേണ്ട പോയിന്റുകൾ പഠിച്ചാലേ ഫലം പറയാൻ പറ്റുള്ളൂ. ശുക്രൻ ലഗ്നത്തിൽ നിന്നാൽ കാമകേളികളിൽ താല്പര്യവും സുഖകരമായ ജീവിതവും ഉണ്ടാകും. കാമകേളികളിൽ താല്പര്യവും സുഖകരമായ ജീവിതവും ഉണ്ടാകും. എന്റെ ശ്ലോകം എഴുതിക്കൊള്ളു. കോരയിൽ 18 8. കോരയിൽ 18 8. സ്മരനിപുണ സുഖവാംസ്തു സുഖവാം ഇസ്തു വാ അം ഇസ്തു വിലഗ്നേ. സുഖവാംസ്തു വിലഗ്നേ. അടുത്ത ലൈനില് ശുക്രൻ 7 നിന്നാൽ കലഹപ്രിയനും കാമകേളികളിൽ താല്പര്യവും ഉണ്ടാകും. കലഹപ്രിയനും കാമകേളികളിൽ താല്പര്യവും ഉണ്ടാകും. പ്രിയ കലഹോ, ശ്ലോകം എഴുതിക്കൊള്ളു. പ്രിയ കലഹോ അസ്തഗതേ സുരദേപ്സു ഇനി ഒരു വരി കൂടി കൊണ്ട് അതും കൂടി എഴുതിക്കൊള്ളു. ഇനിയും ഒരു വരി കൂടി കൊണ്ട് തനയഗതേ സുഖിതോ പ്രിയ കലഹോ അസ്തഗതേ സുരദേപ്സു തനയഗതേ സുഖിതോ ഭൃഗുപുത്രേ. നമ്മൾ ആദ്യം കഴിഞ്ഞ വരിയിൽ എന്തോന്ന് എഴുതിയത്? ശുക്രൻ 7 നാൾ കലഹപ്രിയനും കാമകേളികളുടെ താല്പര്യവും നല്ല സന്താനവും സുഖവും ഉണ്ടാകുമെന്ന് കൂടി ചേർത്തോളുന്നു. നല്ല സന്താനവും സുഖവും ലഭിക്കും എന്നുകൂടെ ചേർത്തോളുന്നു. നല്ല സന്താനവും സുഖവും ലഭിക്കും. പ്രിയ കലഹോ ഹസ്തഗതേ സുരദേപ്സു തനയഗതേ സുഖിതോ ഭൃഗുപുത്രേ. അടുത്ത ശുക്രൻ 12 നിന്നാൽ നല്ല ധനസമ്പത്തുണ്ടാകും. നല്ല ധനസമ്പത്തുണ്ടാകും. നല്ല ധനസമ്പത്തുണ്ടാകും. സധനോ അന്ത്യേ ശുക്രൻ 12 നിന്നാൽ ധനസമ്പത്തുണ്ടാകും. സധനോ അന്ത്യേ. അതായത് 12 ആര് നിന്നാലും മോശമായിട്ടുള്ള ഫലമാണ് പറയുന്നത്. ശുക്രന് മാത്രം നല്ല ഫലം പറയുന്നു. സൂര്യൻ 12 നിന്നാൽ ഹലൻ എന്നാണ് പറയുന്നത്. വ്യാഴം 12 നിന്നാൽ ഹലൻ.
ശുക്രൻ സൂര്യൻ നിന്ന് കഴിഞ്ഞാൽ അംഗഹീനോ, വളരെ മോശം. ശുക്രൻ, സൂര്യൻ, ചന്ദ്രൻ, ചൊവ്വ, ബുധൻ ഇവരൊക്കെ 12 വളരെ മോശമാണ്. വ്യാഴം, ശനി ഇവർക്കെല്ലാം 12 മോശം. ശുക്രന് 12 മാത്രം നല്ല ഫലം പറയുകയാണ്. അത് വളരെ കൃത്യവുമാണ്. ശുക്രൻ 12 എന്നാൽ സധനോ അന്ത്യേ, നല്ല ധനം ഉള്ളവരായിരിക്കും. 12 ശുക്രൻ എന്നാൽ നല്ല ധനം ഉള്ളവരായിരിക്കും. അത് മറക്കാതെ വെച്ചിരിക്കണം. ശുക്രൻ 12 എന്നാൽ ദോഷം ചെയ്യില്ല. അടുത്ത ലൈനില് അടുത്ത പോയിന്റ്, കുജനും ശുക്രനും യോഗം ചെയ്താൽ പരപുരുഷനിൽ അല്ലെങ്കിൽ പരസ്ത്രീയിൽ താല്പര്യമുള്ളവനും പരപുരുഷനിൽ അല്ലെങ്കിൽ പരസ്ത്രീയിൽ താല്പര്യമുള്ളവരും പരപുരുഷനിൽ അല്ലെങ്കിൽ പരസ്ത്രീയിൽ താല്പര്യമുള്ളവരും ചൂതുകളിയിൽ താല്പര്യമുള്ളവരുമായിരിക്കും. ചൂതുകളിയിൽ താല്പര്യമുള്ളവരുമായിരിക്കും. എഴുതിക്കൊള്ളി. ഇത് കോരയില് 14-ൽ 3 14-ൽ 3. പരയുവതിരഥോ ദ്യൂതകൃത്. എഴുതിക്കൊള്ളു. അതിൽ ഇടയ്ക്ക് വരുന്ന 2 വാക്കുകളാണിത്. ഇടയിൽ വരുന്ന 2 വാക്കുകൾ. പരയുവതിരഥോ കോമ ദ്യൂതകൃത്. ദ്യൂതകൃത്. കൂടാതെ ജാതകാദേശത്തിലെ 13-ാമത്തെ അധ്യായത്തിൽ ജാതകാദേശത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ പറയുന്നത് ശ്രദ്ധിക്കണം. ശുക്രേ ധീ എന്ന് പറഞ്ഞാൽ ധായിൽ വള്ളി. ധീ ധർമ്മ അസ്തകേ. ശുക്രേ ധീ ധർമ്മ അസ്തകേ പാനുയുക്തേ പൗമാട്യേ. ഒന്നുകൂടി പറയോ? ശുക്രേ ധീ ധായിൽ വള്ളി. ധീ ധർമ്മകേ ഈ ധർമ്മ അസ്തകേ. ധർമ്മകേ അല്ല, ധർമ്മ അസ്തകേ. ശുക്രേ ധീ ധർമ്മ അസ്തകേ പാനുയുക്തേ. പാനു സൂര്യൻ. പാനുയുക്തേ പൗമാട്യേ. അതേ പായന്നെ, ഭരണി എന്നുള്ള പൗമാട്യേ. ധാരവൈകല്യമാകൂ. ശുക്രൻ സൂര്യനുമായോ ചൊവ്വയുമായോ യോഗം ചെയ്ത് ശുക്രൻ സൂര്യനുമായോ ചൊവ്വയുമായോ യോഗം ചെയ്ത് 5, 7, 9 ലഗ്നവും കൂടി എടുത്തോളണം. 5, 7, 9 ലഗ്നം എന്നീ ഭാവങ്ങളിൽ നിന്നാൽ തൻ്റെ കളത്രത്തിന് അംഗവൈകല്യമോ മാനസിക വൈകല്യങ്ങളോ ഉണ്ടാകാം. തൻ്റെ കളത്രത്തിന് അംഗവൈകല്യമോ മാനസിക വൈകല്യങ്ങളോ ഉണ്ടാകാം.
വൈകല്യങ്ങളോ ഉണ്ടാകാം. അപ്പോൾ ഇത്രയും നമ്മൾ പഠിച്ചു. ഇനി അടുത്ത സെറ്റ്. സാർ ഈ ബുധനും ശുക്രനും ഒരുമിച്ചായാലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ സാർ? അതിന് ദോഷമൊന്നുമില്ല, വേറെ ദോഷം. ഞാൻ ദ്വിഗ്രഹ യോഗത്തിൽ പറയുന്നു, സൗമ്യേ രംഗചരോ ബൃഹത് പതിയുതേ ഗീതപ്രിയ സ്വഭാഗ്നി ഭൂഗണപസിതേന, ഭൂമിയുടെ നേട്ടങ്ങളൊക്കെ ഉണ്ടാകുന്നതാണ് പറയുന്നത്. ഭൂഗണപസിതേന, ഭൂമിയുടെ നേട്ടങ്ങളൊക്കെ ഉണ്ടാവും. സൂര്യന്റെയും ശുക്രന്റെയും ബുധന്റെയും കാരകത്വങ്ങൾ അനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ കിട്ടും. ശുക്രന് ചൊവ്വയും കൂടി യോജിക്കരുത്, ശുക്രന് ശനിയും കൂടി യോജിക്കരുത്. അതടുത്ത് വരും. ഇനി ഓരോ രാശിയിലും ശുക്രൻ നിന്നാലുള്ള ഫലം. കുറച്ച് രാശികളെ പഠിക്കണം, എല്ലാ രാശിയും വേണ്ട. ഉച്ചവും സ്വക്ഷേത്രവും മൂലത്രികോണവും ഒന്നും വേണ്ട, ബന്ധുക്ഷേത്രവും വേണ്ട, ബുധന്റെ ക്ഷേത്രവും വേണ്ട. ബാക്കിയുള്ളത് പഠിക്കണം. ചൊവ്വയുടെ രാശിയിൽ ശുക്രൻ നിൽക്കുക, ശനിയുടെ രാശിയിൽ ശുക്രൻ നിൽക്കുക, ചന്ദ്രന്റെ രാശിയിൽ, സൂര്യന്റെ രാശിയിൽ, നീചരാശിയിൽ. 2, 2, 4. ചൊവ്വയുടെ രാശി, ശനിയുടെ രാശി 4, ചന്ദ്രൻ, നീചം, സൂര്യൻ. അങ്ങനെ 7 രാശി ഒന്ന് പഠിച്ചാൽ നന്നായിരിക്കും. ചന്ദ്രരാശി എന്ന് വെച്ചാൽ കർക്കടകത്തിൽ സൂര്യൻ ശുക്രൻ നിന്നാൽ ദ്വിഭാര്യോ അർത്തി പീരു പ്രബലമത ശോകശ്ച ശശിപേ. ശ്ലോകം നിങ്ങൾ വേണമെങ്കിൽ പഠിച്ചുണ്ടാകും, ഞാൻ പറഞ്ഞു തരുന്നു. അത് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി പറയുന്നതാണ്. അത് നിങ്ങൾക്ക് വേണമെങ്കിൽ പഠിച്ചുണ്ടാകും. ദ്വിഭാര്യോ, 2 ഭാര്യ ഉണ്ടാകും. അർത്തി എന്ന് വെച്ചാൽ ആഗ്രഹം എന്നുള്ള അർത്ഥം തന്നെ എടുത്തത്. പീരു, അല്പം ഒരു ഭയപ്പാടുണ്ടാകും മനസ്സിന്. പ്രബല മത എന്ന് വെച്ചാൽ, മത എന്ന് വെച്ചാൽ ഗർവും ശോകവും. ശോകശ ശശിപേ, ഗർവ്. ശുക്രൻ കർക്കടകത്തിൽ ശുക്രൻ നിന്നാൽ 2 ഭാര്യയുടെ സ്ഥാനം ഭയം, ഗർവ്, ശോകം എന്നിവയാണ് ഫലം. ശശിപേ, ശശിയുടെ രാശി, ചന്ദ്രന്റെ രാശി എന്നാൽ ദ്വിഭാര്യോ അർത്തി പീരു പ്രബല മത ശോകശ. മതം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് ഗർവാണ്, ഗർവും ശോകവും. ഗർവ്, ശോകം, ഭയപ്പാട്, 2 ഭാര്യയുടെ ആഗ്രഹം എന്നിവ ഉണ്ടാവും. ഇതുകൊണ്ട് മാത്രം ഒന്നും പറയരുത്. പക്ഷെ കർക്കടകൻ രാശിയിൽ ശുക്രൻ നിൽക്കുന്നവർ ഇഷ്ടം പോലെ അറിയാം. അത് മോശം, വേറെയും യോഗങ്ങൾ കൂടി വന്നാലേ പറയാവൂ. അല്ല ഇതുകൊണ്ട് മാത്രം ഒന്നും ചാടിക്കറിയെന്നും പറഞ്ഞു എഴുതുക. അവിടെ വ്യാഴത്തിന്റെയോ ബുധന്റെയോ യോഗ ദൃഷ്ടികൾ ഉണ്ടെങ്കിൽ ഒന്നും ചെയ്യൂല, കൺട്രോൾ ആവും. ദ്വിഭാര്യോ അർത്തി പീരു പ്രബലമത ശോകശ്ച ശശിവേ. ദ്വിഭാര്യോ അർത്തി പ്രബലമത ശോകശ്ച ശശിവേ. ചന്ദ്രന്റെ രാശിയായ കർക്കടക, അല്ലെങ്കിൽ കർക്കടകത്തിൽ ശുക്രൻ നിന്നാൽ 2 ഭാര്യയുടെ സ്ഥാനം ഉണ്ടാകും. ഭയവും ഗർവും ശോകവും ഉണ്ടാകും. ഇനി ചിങ്ങൻ രാശിയിൽ നിന്നാലോ, യോഷാപ്രാപ്ത പ്രവര യുവതി മന്നതനയ. സ്ത്രീകളിൽ നിന്ന് ധനം ഉണ്ടാകും, ശ്രേഷ്ഠമായ ഭാര്യ ഉണ്ടാകും, പുത്രന്മാർ കുറഞ്ഞിരിക്കും. സ്ത്രീകളിൽ നിന്ന് ധനം കിട്ടും. യോഷാപ്രാപ്ത ഹരൗ യോഷാപ്രാപ്ത പ്രവര യുവതിർ മന്നതനയ. മന്നതനയ എന്ന് വെച്ചാൽ ചന്ദ്രന്റെ ശനിയുടെ പുത്രൻ എന്നുള്ള അർത്ഥമല്ല. തനയ, തനയന്മാര് കുറവായിരിക്കും, മന്നത എന്നുള്ള അർത്ഥമാണ് അവിടെ വരേണ്ടത്. അതായത് സ്ത്രീകളിൽ നിന്ന് ധനം കിട്ടും, ശ്രേഷ്ഠമായ ഭാര്യ ഉണ്ടാകും, പുത്രന്മാർ കുറഞ്ഞിരിക്കും. സ്ത്രീകളിൽ നിന്ന് ധനം കിട്ടുന്ന, സ്ത്രീകളിൽ നിന്ന് ഭാര്യ വഴിയാകാം, അമ്മ വഴിയാകാം, അല്ലെങ്കിൽ മറ്റ് സ്ത്രീകള്, ബന്ധുക്കള്, അങ്ങനെയുള്ള സ്ത്രീകളിൽ നിന്നാകാം. സ്ത്രീകളിൽ നിന്ന് ധനം കിട്ടുന്നവരും നല്ല ഭാര്യ, ശ്രേഷ്ഠമായ ഭാര്യയും പുത്രന്മാർ കുറഞ്ഞും ഇരിക്കും. ഇതാണ് ചിങ്ങൻ രാശിയിൽ ശുക്രൻ നിന്നാലുള്ള ഫലം. ഹരൗ യോഷാപ്രാപ്ത പ്രവര യുവതിർ മന്നതനയ. സ്ത്രീകളിൽ നിന്ന് ധനം കിട്ടുന്നവരും
ശ്രേഷ്ഠമായ ഭാര്യയോടുകൂടിയും സന്താനം കുറഞ്ഞും കാണപ്പെടും. മനസ്സിലാകുന്നു? സ്ത്രീകളിൽ നിന്ന് ധനം, അത് ഭാര്യ വഴിയാകാം, അമ്മ വഴിയാകാം, ചിങ്ങൻ രാശിയിൽ നിന്നാലാണ് പറയുന്നത്. ഉജരാശിയിൽ, ചൊവ്വയുടെ രാശിയിൽ ശുക്രൻ നിന്നാൽ വളരെ ശ്രദ്ധിച്ച് കേട്ടോളൂ. ചൊവ്വയുടെ രാശിയിൽ ശുക്രൻ നിൽക്കരുത്. ചൊവ്വയുടെ രാശിയിൽ ശുക്രൻ നിൽക്കരുത്. നിൽക്കുന്നത് നല്ലതേ അല്ല. പരയുപതിരഥ തദർത്ഥവാദ ഹൃതവിഭവ കുലപാംസന ഉജക്ഷ. ഈ ശ്ലോകമൊക്കെ നിങ്ങൾ ബുക്ക് നോക്കി എഴുതിയാൽ മതി. പറഞ്ഞു തന്നാൽ അക്ഷരത്തെറ്റ് വരും. ഞാൻ ശ്ലോകം പറഞ്ഞു തരാം. ബുക്ക് നോക്കി പഠിക്കുന്നതാണ് നല്ലത്. പരയുപതിരഥ തദർത്ഥവാദർ ഹൃതവിഭവ കുലപാംസന ഉജക്ഷേ. സാർ ഇതൊക്കെ ഹോരയിൽ എവിടെയാ സാർ? ഓരയിലെല്ലാം 16-ാമത്തെ അധ്യായം. പരയുവതിരഥ എന്ന് വെച്ച അർത്ഥം എന്താണ്? മറ്റ് സ്ത്രീകളിൽ താല്പര്യം. രഥ താല്പര്യം. വിവാഹശേഷം പരസ്ത്രീ ബന്ധം എന്നർത്ഥം. തദർത്ഥവാദ, അതിനു വേണ്ടി പണം ചെലവാക്കുക. നോക്കിക്കൊള്ളണം, എന്തെങ്കിലും ഇതിനകത്ത് എടുക്കാനുണ്ടോ എന്ന് നോക്കുന്നു. എന്ത് കടുപ്പിച്ച് പറയുമെന്ന് നോക്കിക്കൊള്ളു ആചാര്യൻ. പരസ്ത്രീ ബന്ധം, അതിനു വേണ്ടി പണം ചെലവാക്കുക. ഹൃതവിഭവ, ഹൃതം എന്ന് വെച്ചാൽ കരിക്കപ്പെട്ടവ. കുലപാംസന കുജർഷേ. ഹൃതവിഭവ എന്ന് വെച്ചാൽ തദർത്ഥവാദ ഹൃതവിഭവ, ഹരിക്കപ്പെടുക എന്ന് വെച്ചാൽ ധനത്തിനെ നഷ്ടപ്പെടുത്തുക. പരസ്ത്രീ ബന്ധം, അതിനു വേണ്ടി ധനം നഷ്ടപ്പെടുക. കുലപാംസന, കുലത്തിന്, ജനിച്ച കുലത്തിന് ദോഷം വരുത്തുക, നാണക്കേട് ഉണ്ടാക്കുക. ഇങ്ങനെയാണ് പറയുന്നത്. ഇത് വന്നു എന്ന് പറഞ്ഞിട്ട് കുഴപ്പമൊന്നുമില്ല. 5, 7, 9 വരരുത്. ചൊവ്വയുടെ രാശിയിൽ ശുക്രൻ വരികയും അത് ലഗ്നമോ ഏഴുമായിട്ടൊന്നും ബന്ധപ്പെട്ട് വരരുത്. വരണത് നല്ലതല്ല തന്നെയാണ്. ഇതൊക്കെ പൊരുത്ത വിഷയത്തിൽ നോക്കണമോ നോക്കണ്ടയോ? നിങ്ങളുടെ അഭിപ്രായം ഒന്ന് പറയും. നോക്കണം. ഇതൊന്നും നോക്കാതെ ചൊവ്വാദോഷം എന്ന് പറഞ്ഞിട്ട് വലിച്ചു വാരി എറിയുന്നത് എന്തെന്ന് പറയണം? ചൊവ്വയാണോ ശുക്രനാണോ കുഴപ്പക്കാരെന്ന് ആലോചിച്ച് നോക്കിയാണ്. ഇന്നത്തെ ക്ലാസ് കഴിയുമ്പോൾ ചെറുതായിട്ടൊന്ന് മനസ്സിലാവും. ചെറിയൊരു ഐഡിയ കിട്ടും ശുക്രൻ ആരാണെന്ന്. ഇതാണ് തുടക്കത്തിൽ പഠിച്ചത്. ഇതാണ് ആചാര്യൻ പറഞ്ഞത്. എന്തോന്ന്? ശുക്രന്റെ ഒറ്റ വാക്കിലുള്ള കാരകത്വം തന്നെ. സിതശ്ച മദനോ, കാമത്തിന്റെ ഗ്രഹം ശുക്രൻ എന്ന് ആദ്യം പഠിച്ചു. അതിന്റെ എക്സ്പാൻഷനാണ് ഈ വരുന്നതെല്ലാം. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ശുക്രന്റെ പ്രധാന കാരകത്വം കാമം എന്ന് ആചാര്യൻ പറയണമെങ്കിൽ ഒന്നും കാണാതെ പറയുമോ? വരാഹമീരാചാര്യനാണ്. ഒന്നും കാണാതെ പറയുമോ? എന്നാണ് വരുന്നത്. ഇതെല്ലാം കണ്ടുവച്ചുകൊണ്ടാണ് എടുത്ത് ആദ്യം ഒറ്റ വാക്കിൽ ആദ്യം കൊടുത്തത്. നമ്മുടെ ഹെഡ്ലൈൻ എഴുതുന്നത് പോലെ ഒരു വലിയൊരു എസ്സേ എഴുതിയിട്ട് ഹെഡ്ലൈൻ എഴുതും. ഹെഡിങ് എന്ന് പറയുന്നതാണ് അവിടെയാണ് ഇരിക്കുന്നത്. എന്താണ് വിഷയം എന്നുള്ളത് എഴുതുന്നത്. ഇതാണ് സിതശ്ച മദനോ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം. ഉജന്റെ രാശി, ചൊവ്വയുടെ രാശി എന്ന് പറഞ്ഞത് മേടവും വൃശ്ചികവും. മേടത്തിലും വൃശ്ചികത്തിലും നിന്ന് കഴിഞ്ഞാൽ പരയുപതിരഥ തദർത്ഥവാദർ ഹൃതവിഭവ കുലപാംസന, പരസ്ത്രീ ബന്ധമുണ്ടാകും. അതിനു വേണ്ടി ധനം ആവശ്യമില്ലാതെ വിനിയോഗിക്കും. ജനിച്ച കുടുംബത്തിന് നാണക്കേടുണ്ടാകും. സാറേ, ചൊവ്വയുടെ രാശിയിൽ നിന്നാൽ മാത്രമല്ലല്ലോ, ചൊവ്വയുമായിട്ട് യോഗം ചേർന്നാലോ തന്നെയല്ലേ? അത് ആദ്യം പഠിച്ചു, ഇത് രണ്ടാമത് പഠിക്കുന്നു. അവ രണ്ടും കൂടി ഒരുമിച്ച് വന്നാൽ എങ്ങനെ ഇരിക്കും? ചൊവ്വയും ശുക്രനും കൂടെ ഒരുമിച്ച് മേടത്തിലോ വൃശ്ചികത്തിലോ വന്നു. അപ്പൊ രണ്ടും എഫക്റ്റായി.
സാർ ചൊവ്വയുടെ ഉച്ചരാശിയിൽ അവിടെ അങ്ങനെ വന്നിട്ട് കാര്യമില്ല സാർ, ഇല്ലല്ലോ. ഉച്ചരാശിയിൽ വന്നാലും ശരി നീചരാശിയിൽ വന്നാലും ശരി ഫലം തന്നെ. ഉച്ചരാശിയിലും അത് ആദ്യം പറഞ്ഞു, ഉച്ചരാശിയിലോ സ്വക്ഷേത്രത്തിലോ വന്നാൽ ഈ കാര്യം കൺട്രോൾ ഉണ്ടാവും, രഹസ്യമായിരിക്കും, നല്ല നിയന്ത്രണം ഉണ്ടാവും. മറ്റേ ചുമ്മാ അടിച്ചുകൊണ്ട് കിടക്കും. എനിക്ക് ആരറിഞ്ഞാലും ഒന്നുമില്ല, അറിഞ്ഞില്ലെങ്കിലും ഒന്നുമില്ല, എന്തോന്ന് ചെയ്യാൻ പോണേ എന്നുള്ള രീതിയിൽ ഒരു നെവർ മൈൻഡ് ആയിട്ട് നടക്കും, അത്ര തന്നെ. ഇത് ആചാര്യൻ പറയുന്നതാണ്, നമ്മളൊന്നും കയ്യിൽ കൊണ്ടുവരണമല്ല. ബുക്ക് റെഫർ ചെയ്തോളണം, ബുക്ക് അതാണ് പറഞ്ഞു എന്ന് പോകുന്നത്. പരയുവതിരഥ തദർത്ഥവാദയർ ഹൃതവിഭവ കുലപാംസന ഉജർഷേ. ഇനി അടുത്ത ഈ സ്ത്രീ ജാതകം എന്ന് പറയുന്ന ഒരു 22ാമത്തെ അധ്യായമുണ്ട്. അതിലെ 8ാമത്തെ പ്രമാണത്തിന്റെ 4ാമത്തെ വരി ഇങ്ങനെ പറയുകയാണ്: അന്യോന്യമാംശകയോ, 9ാമത്തെ പ്രമാണം, അന്യോന്യമാംശകയോ സിത അവനിജയോ രന്യപ്രസക്താങ്കന യതി ശീതരശ്മി സഹിതേ ഭർത്തുസ്യ അനുജ്ഞയ. കടുപ്പം ഒരിടവും വിടുന്നില്ല. അതായത് അന്യോന്യം അംശകയോ സിത അവനിജയോ രന്യപ്രസക്താങ്കന യതി ശീതരശ്മി സഹിതേ ഭർത്തൃസ്ഥ അനുജ്ഞയ. ഇത് പറയാൻ പോയി കഴിഞ്ഞാൽ ഒരുപാടുണ്ട്. ഓരോതിന്റെ എക്സ്പ്ലനേഷൻ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പേജ് കണക്കിന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ശുക്രനും ചൊവ്വയും കൂടെ ഒരുമിച്ച് നിൽക്കുക, അല്ലെങ്കിൽ പരിവർത്തനം വരിക, അല്ലെങ്കിൽ പരസ്പരം ദൃഷ്ടി വരിക, അങ്ങോട്ടും ഇങ്ങോട്ടും ദൃഷ്ടി വേണം 7, അല്ലെങ്കിൽ ശുക്രൻ അംശിച്ചിരിക്കുന്ന രാശിയിൽ ചൊവ്വ നിൽക്കണം, ചൊവ്വ അംശിച്ചിരിക്കുന്ന രാശിയിൽ ശുക്രൻ നിൽക്കണം. അത് മനസ്സിലാകുന്നതാണ്. പരിവർത്തനം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ല. ശുക്രന്റെ രാശിയിൽ ചൊവ്വ, ചൊവ്വയുടെ രാശിയിൽ ശുക്രൻ, അങ്ങോട്ടും ഇങ്ങോട്ടും മാറി നിൽക്കുക. രണ്ടും നല്ലതല്ല. ശുക്രനും ചൊവ്വയും കൂടെ ഒരുമിച്ച് നിൽക്കുക, ശുക്രനും ചൊവ്വയും കൂടി പരസ്പരം ദൃഷ്ടി വരിക, ശുക്രനും ചൊവ്വയും പരിവർത്തനം വരിക. നമ്മൾ പരിവർത്തനം എന്നാണ് പറയാറുള്ളത്, അങ്ങോട്ടും ഇങ്ങോട്ടും രാശി മാറി നിൽക്കുന്നത്. ശുക്രന്റെ രാശിയിലെ ചൊവ്വ, ചൊവ്വയുടെ രാശിയിലെ ശുക്രൻ. ഇനി ഒരു ക്ലോസ് ആണ് നമുക്ക് മനസ്സിലാകാൻ പ്രയാസമുള്ളത്. ശുക്രന്റെയും ചൊവ്വയുടെ, ശുക്രൻ മേടത്തിൽ അംശിച്ചാൽ ശുക്രൻ മേടത്തിൽ നിൽക്കണം. ശുക്രൻ അംശിച്ചിരിക്കുന്ന രാശിയിൽ ചൊവ്വ വരണം, ചൊവ്വ അംശിച്ചിരിക്കുന്ന രാശിയിൽ ശുക്രൻ വരണം. ഒരു രാശിചക്രം വരയ്ക്കണം, ചെറിയൊരു രാശിചക്രം വരയ്ക്കണം. വരച്ചോ? ശുക്രനെ തുലാത്തിലിടണം. ശുക്രൻ തുലാത്തിലല്ല, ധനുവില്. ഇപ്പോഴത്തെ ഗ്രഹനില. ശുക്രനെ ധനുവിലിടുക. ചൊവ്വയെ കർക്കടകത്തിൽ കൊടുക്കുക. ചൊവ്വയെ കർക്കടകത്തിൽ കൊടുക്കുക. പിന്നെ നവാംശകം എഴുതാൻ അറിയാമോ? നവാംശകം പുറത്തിടും, അറിയാമല്ലോ. നവാംശകം പുറത്തിടാൻ അറിയാമോ? അറിയാം. കർക്കടകത്തിലെ ശുക്രന്റെ നവാംശകം, ധനുവില് ചൊവ്വയുടെ നവാംശകം. ഇപ്പൊ ഒന്ന് നോക്കി, എങ്ങനെ ഇരിക്കണം നോക്കി. പരിവർത്തനമല്ല സാറേ, പരിവർത്തനം. നവാംശക രാശിയുടെ നോക്കണം, പരിവർത്തനമല്ല. ശുക്രന്റെ അംശകം വന്ന രാശിയിൽ ആര് നിൽക്കുന്നു? ചൊവ്വയുടെ അംശകം വന്ന രാശിയിൽ ആര് നിൽക്കുന്നു? ശുക്രൻ. ഇങ്ങനെ വരരുത്, വന്നാ കുഴപ്പമാണ്. ഇപ്പോഴും മനസ്സിലായിരിക്കും. ഇങ്ങനെ എഴുതിയിട്ടാലേ മനസ്സിലാവുള്ളൂ, അല്ലാതെ മനസ്സിലാക്കാൻ പാടാണ്.
ഇങ്ങനെ രണ്ടു പറഞ്ഞ ഏതെങ്കിലും ഒന്ന് വന്നാ പോരെ സാറ്? രണ്ടും ഒരുമിച്ച് വരണം. അത് ഞാൻ പ്രതീക്ഷിച്ചു. ആ ചോദ്യം ഇപ്പൊ വരുമെന്ന് പ്രതീക്ഷിച്ചു. ശുക്രന്റെ അംശകരാശിയിൽ ചൊവ്വയും ചൊവ്വയുടെ അംശകരാശിയിൽ ശുക്രനും വന്നാലും കുഴപ്പമൊന്നും. രണ്ടും കൂടെ ഒരുമിച്ച് വരണം. ഇതെല്ലാം കുഴപ്പം പിടിച്ച ഗ്രഹനിലകളാണ്. അപ്പോൾ നോക്കിക്കൊള്ളണം. ഇനി തീർന്നില്ല, കിടപ്പുണ്ട്, ഒരുപാടുണ്ട്. എന്റെ റിസർച്ച് വർക്കാണ് ഇതൊക്കെ. എഴുതി കൂട്ടി വെച്ചു, ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് എഴുതി കൂട്ടി വെച്ചു കൊടുത്തു ഞാൻ ശുക്രനെ. ഒരു സെമിനാറിന് കയറി നിന്ന് ട്രിവാൻഡ്രത്ത് ഒരു സെമിനാർ, ഇന്റർനാഷണൽ സെമിനാറിന് അവതരിപ്പിച്ചതാണ്. സാറേ ഒരു സംശയം, ഇപ്പോ ഇതില് ഏറ്റവും നല്ല നവഗ്രഹങ്ങളിലെ ഏറ്റവും നല്ല ഗ്രഹം ഏതാണ്? വ്യാഴം തന്നെയാണോ അതോ ശുക്രനാണോ? നല്ലതെന്ന് ചോദിച്ചാൽ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നു എങ്കിലേ പറയാൻ പറ്റുള്ളൂ. ഒരു പോലീസ് ഓഫീസർ, മിലിറ്ററി ഓഫീസറാണ് ചോദിച്ചാൽ ചൊവ്വ എന്ന് പറയും. ഒരു അധ്യാപകനോ വക്കീലോ ടെലികമ്മ്യൂണിക്കേഷൻ ഫീൽഡിലുള്ള ചോദിച്ചാൽ ബുധൻ എന്ന് പറയും. വാക്കിന്റെ കാര്യത്തിൽ നല്ല കുടുംബജീവിതം, പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ഉള്ള കുടുംബജീവിതം വേണമെന്ന് ചോദിച്ചാൽ ശുക്രൻ എന്ന് പറയും. കഠിന അധ്വാനം ചെയ്യാൻ താല്പര്യമുള്ള ഒരാൾ ചോദിച്ചാൽ ശനി എന്ന് പറയും. ആഗ്രഹമനുസരിച്ച് ഗ്രഹത്തിന്റെ എന്നിരുന്നാലും നല്ല അറിവും സമാധാനപരമായ ജീവിതവും ജ്ഞാനസുഖവും സുഖവും എല്ലാം കിട്ടുന്നത് വ്യാഴമാണ്. വ്യാഴം 9 ബലവാനായിട്ട് 9 വരണം. നന്നായിരിക്കും. വളരെ ക്വയറ്റ് ആൻഡ് പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആയിരിക്കും. അപ്പോൾ അന്യോന്യമംശകയോ സിത അവനിജയോ രന്യപ്രസക്താങ്കന യതി ശീതരശ്മി സഹിത പർത്തുസാരുജയ എന്ന് പറയാം. ശുക്രനും ചൊവ്വയും കൂടെ ഒരു രാശിയിൽ നിന്നാൽ പരപുരുഷ അല്ലെങ്കിൽ പരസ്ത്രീ ബന്ധം ഉണ്ടാകും. അവിടെ ചന്ദ്രനും കൂടെ ചേർന്ന് നിന്നാൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവിന്റെ അനുവാദം ഉണ്ട് എന്ന് അഭിനയിക്കും. പറഞ്ഞ മനസ്സിലായോ? നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായി സാറേ, മനസ്സിലായി. അതായത് ശുക്രനും ചൊവ്വയും കൂടി ഒരുമിച്ച് നിന്നാൽ പരപുരുഷൻ അല്ലെങ്കിൽ പരസ്ത്രീ ബന്ധം. പുരുഷനാണെങ്കിൽ സ്ത്രീ, സ്ത്രീയാണെങ്കിൽ പുരുഷൻ. ചന്ദ്രനും കൂടി അവിടെ യോജിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്റെ ഭർത്താവിന് ഇതൊക്കെ അറിയാം, അങ്ങേരൊക്കെ കുഴപ്പമൊന്നുമില്ല എന്നുള്ള ഫാഷനിൽ നടക്കും. ഭർത്തുശ്ച അനുജ്ഞയ, ഭർത്താവിന്റെ അനുവാദം ഉണ്ട്. അത് യഥാർത്ഥം ഉണ്ടാകാം, യഥാർത്ഥം ഇല്ലാതെയും വരാം. അത് ചന്ദ്രന്റെ ബലം പോലെ ഇരിക്കും. അതൊക്കെ പോലെയില്ല, അതൊക്കെ ഇനിയിപ്പോ വേണ്ട. അപ്പോൾ ചന്ദ്രനും കുറഞ്ഞ ആളല്ല. ശുക്രനും ചൊവ്വയും ഒരു രാശിയിൽ നിന്നാൽ 7 വന്നാലാണ്. ശുക്രനും ചൊവ്വയും കൂടി ചേർത്ത് ഇത് 7ാം ഭാവത്തിനെ കുറിച്ചാണ് പറയുന്നത്. 7 വന്നാലാണ് ഇത് പറയുന്നത്. അന്യോന്യമംശകയോ സിത അവനിജയോ രന്യപ്രസക്താങ്കന യതി ശീതരശ്മി സഹിത ഭർത്തൃസാനുജയ. ചൊവ്വയും ശുക്രനും കൂടി 7 വന്നു കഴിഞ്ഞാൽ പരപുരുഷ ബന്ധമുണ്ടാകും. അവിടെ ചന്ദ്രനും കൂടി വന്നു കഴിഞ്ഞാൽ ഭർത്താവിന്റെ അനുവാദവും ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഉള്ളതുപോലെ അഭിനയിക്കാം. ഇത്രയൊന്ന് എഴുതാം. ഇതൊന്ന് മനസ്സ് വെച്ച്, എനിക്ക് വേണ്ടി മനസ്സ് വെച്ചൊന്ന് പഠിക്കണം. നിങ്ങൾ പഠിച്ചാലേ ഉപയോഗമുള്ളൂ, അല്ലെങ്കിൽ ഞാനീ പറഞ്ഞതൊക്കെ വെറുതെ ആയി. ഓരോ രാശിയിലും ശുക്രൻ നിന്നാലുള്ള ഫലം. കർക്കടകൻ രാശിയിൽ ശുക്രൻ നിന്നാൽ
രണ്ട് ഭാര്യയിൽ ആഗ്രഹവും രണ്ട് ഭാര്യയിൽ ആഗ്രഹവും ഭീരുത്വവും ഗർവും ശോകവും ഫലമാകുന്നു. ഗർവും ശോകവും ഫലമാകുന്നു. ഗർവും ശോകം. ശോകം എഴുതിക്കണം. ദ്വിഭാര്യോ, രണ്ടെന്നുള്ള അർത്ഥം. ദ്യ ഇട്ടിട്ട് വള്ളി. ദ്വിഭാര്യോ അർത്ഥി ഭീരു പ്രബല മത ശോകശ്ച ശശിപേ. പ്രബല മത ശോകശ്ച ശശിപേ. ഓര 16-29. ഓര സൈഡിൽ 16-29 1 2 ലൈൻ. അടുത്ത കഴിക്കണം. പെട്ടെന്ന് എഴുതണം, സമയം. ശുക്രൻ അടുത്ത രണ്ടെന്നിട്ടുള്ളൂ. ശുക്രൻ ചിങ്ങൻ രാശിയിൽ നിന്നാൽ സ്ത്രീകളിൽ നിന്ന് ധനവും ശ്രേഷ്ഠ ഭാര്യയും പുത്രന്മാർ കുറഞ്ഞും കാണപ്പെടും. ശ്ലോകം എഴുതിക്കൊള്ളും. ശ്ലോകം. ഹരൗ യോഷ പ്രാപ്ത. യായില് അടയാളം. യോഷ പ്രാപ്ത പ്രവര യുവതി മന്നതനയ. ഇതും അതിൻ്റെ അടുത്ത് വരുന്നത് തന്നെ. തൊട്ട് വരും. 16-29 തന്നെ ഇതും വരും. അതിൻ്റെ ഇപ്പൊ കർക്കിടകത്തിന്റെ തൊട്ടടുത്ത് ചിങ്ങവും വരും. അതിന്റെ ചേർന്നുണ്ട്, നോക്കിക്കൊണ്ടാകും. ഇനി അടുത്ത് ചൊവ്വയുടെ രാശിയിൽ ശുക്രൻ വന്നാൽ പരസ്ത്രീയിൽ താല്പര്യമുള്ളവനും അതിനുവേണ്ടി ധനനഷ്ടം വരുത്തുന്നവനും കുലത്തിന് ദോഷം ചെയ്യുന്നവനുമായിരിക്കും. ഇതും അതിന്റെ അടുത്തുള്ളത് തന്നെ നോക്കി എഴുതിക്കൊണ്ടാൽ മതി. ശ്ലോകം നോക്കി എഴുതിക്കൊള്ളു. പരയുവതി എന്നെഴുതിക്കൊള്ളു. തുടക്കം എഴുതിക്കൊള്ളണം. എന്നിട്ട് ബാക്കി നോക്കി എഴുതിക്കൊണ്ടാൽ മതി. പരയുവതി രഥ എന്നിട്ട് എക്സെട്ര ആയിട്ട് അങ്ങോട്ടുള്ളൂ. നോക്കി എഴുതിക്കൊള്ളുവോ? നോക്കി എഴുതിക്കൊള്ളുമോ എന്ന് ചോദിച്ചു. ശ്ലോകം നമ്പർ പറ സാറേ. ഇപ്പം പറഞ്ഞ 16-29 പറഞ്ഞില്ലേ, അതിന്റെ അടുത്ത് വരും. ഇപ്പൊ പറഞ്ഞതിന്റെ അടുത്ത് 29ന്റെ അടുത്ത് അവിടെ എവിടെ വരും? പരയുവതി രഥ തദർത്ഥവാദയർ. എഴുതുമ്പോ തെറ്റിക്കും. അടുത്ത ഓര 22-9. സാറേ നേരത്തെ 27 സാറേ. 16 27 അധ്യായം. 27
16 29. 27 പരയുവതി രഥസ്ഥ. എനിക്ക് 27 ആയിരിക്കും. നോക്കിയാൽ പരയുവതി രഥ തദർത്ഥവാദയർ, അങ്ങനെ എടുക്കണം. പരയുവതി രഥ തദർത്ഥവാദർ ഹൃദവിഭവ കുലപാംസന കുജക്ഷേ എന്ന് പിരിച്ചെടുക്കണം. പരയുവതി രഥ തദർത്ഥവാദയർ ഹൃദവിഭവ കുലപാംസന കുജക്ഷേ. അടുത്ത് ഓരയിലെ 22 9. 9 3 4 ലൈൻ എന്ന് തോന്നുന്നു. എഴുതിക്കൊള്ളണം. ചൊവ്വയും ശുക്രനുമായി 7 വന്നാൽ ചൊവ്വയും ശുക്രനുമായി 7 വരിക, അല്ലെങ്കിൽ ചൊവ്വ അംശിച്ചെടുത്ത ശുക്രനും ശുക്രൻ അംശിച്ചെടുത്ത ചൊവ്വയും ഒരുമിച്ച് വരിക. ചൊവ്വ അംശിച്ചെടുത്ത ശുക്രനും ശുക്രൻ അംശിച്ചെടുത്ത ചൊവ്വയും ഒരുമിച്ച് വരിക. എങ്കിൽ അന്യ സ്ത്രീയിൽ താല്പര്യമുള്ളവനായിരിക്കും. സാറേ ഇത് തിരിച്ചും പറഞ്ഞൂടെ? സ്ത്രീ അങ്ങോട്ടും ഇങ്ങോട്ടും പറയാം, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും പറയാം. ശുക്രനും ചൊവ്വയും 7 നിന്ന് അവിടെ ചന്ദ്രനും കൂടെ ഉണ്ടെങ്കിൽ പരപുരുഷ ബന്ധത്തിന് അല്ലെങ്കിൽ പരസ്ത്രീ ബന്ധത്തിന് തന്റെ ഇണയുടെ അനുവാദം ഉള്ളതായി അഭിനയിക്കും. ശരി, ഓക്കെ. ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, പഠിച്ചതിൽ സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം. ഇനിയും ഒരുപാട് കിടക്കുന്നു. അതുകൊണ്ടാണ് പറഞ്ഞത് ക്ലാസ് മുടക്കാതെ വരാൻ നോക്കണമെന്ന് പറയുന്നതിന്റെ കാര്യം ഇതാണ്. സാറേ എനിക്കൊരു ജാതകം കിട്ടി. അതില് ലാ എന്ന് എഴുതിയിരിക്കുന്ന കർക്കിടകത്തിലാണ്. ലഗ്നാധിപതി നിൽക്കുന്നത് വൃശ്ചികത്തിലാണ്. വൃശ്ചികത്തില് ഗുരു യോഗം ചെയ്യുന്ന നീചത്തിൽ പോയി. ഗുരുവിന്റെ യോഗം ഉള്ളതുകൊണ്ട് വലിയ കുഴപ്പമില്ല. സൂര്യൻ എവിടെയാണ്? സൂര്യൻ 10 മേടത്തില്. കുഴപ്പമില്ല. ചന്ദ്രന് ബലമുണ്ട്. ശുക്ലപക്ഷത്തില് കൃഷ്ണപക്ഷത്തിലെ ദ്വിതീയയോ തൃതീയയോ ആയിരിക്കും. ശരിയല്ലേ? അതെ. ചന്ദ്രന് ബലമുണ്ട്, പക്ഷബലമുണ്ട്. വ്യാഴത്തിന്റെ കൂടെയാണ് നിൽക്കുന്നത്. 5 നിൽക്കുന്നു. വലിയ കുഴപ്പമൊന്നും ഉണ്ടാക്കില്ല. അല്ല, ഞാൻ ചന്ദ്രനും ഗുരുവുമായിട്ട് യോഗം ചെയ്യുമ്പോൾ ഗജകേസരി യോഗം നമ്മൾ പറയുന്നത്. കേസരി യോഗം തന്നെ നല്ലതാണ്. വൃശ്ചികത്തിൽ നിന്നാലും കുഴപ്പമില്ല. ഗുരുവുമായിട്ടുള്ള യോഗം ചെയ്തു കഴിഞ്ഞാൽ ഏകദേശം ദോഷവും തീരും. കർമ്മത്തില് സൂര്യൻ ഉച്ചനായിട്ട് നിൽക്കുമ്പോ ഒപ്പം ചൊവ്വയും കൂടി യോഗം ചെയ്യുന്നുണ്ട്. പക്ഷെ പുള്ളിക്കാരിക്ക് ജോലിയൊന്നും കിട്ടിയില്ല എന്നൊക്കെ പറയുന്നു. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ പറയുന്നു. അതിന്റെ റീസൺ എന്തായിരിക്കും?
ഇപ്പോ നക്ഷത്രം കേട്ടയോ കേട്ട കേട്ട അനിഴോ? കേട്ട കേട്ട കേട്ട. കേട്ടയെങ്കിൽ ബുധൻ എത്ര വർഷം? ബുധൻ ബുധൻ 14 ബുധൻ 14 14 ഇപ്പൊ വർഷം. ഇപ്പൊ സൂര്യദശയാണ്. 1995 ഡേറ്റ് ഓഫ് ബർത്ത്? അല്ല 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 84 83 84 വരൂല്ല, 83 വരും. 83. 83 84 വരും. അവരുടെ നവാംശത്തില് എല്ലാ ഗ്രഹങ്ങളും അംശിച്ചിരിക്കുന്ന ഒരു രാശിയിലാണ്. രാഹു അതൊന്നും മാത്രമാണ്. വേണ്ട, അതൊന്നും വേണ്ട. പിന്നെ 14 83 14 97 7 2004. ഇപ്പൊ ശുക്രദശ തീർന്നിരിക്കും. അതെ അതെ, സൂര്യദശയിലേക്ക് കടന്നിട്ടുണ്ട്. സൂര്യദശകൾ ഇനി ജോലിയുടെ സമയമാണ്. ഞാനത് പറഞ്ഞു, പക്ഷേ ഞാന് ഇതില് നമുക്ക് സൂര്യൻ ഉച്ചരാശിയിലല്ലേ, ചൊവ്വയുടെ 17 27 37 4 41. ഏജ് ബാറായി. ഏജ് ബാറായി. ഞാനതും പറഞ്ഞു. 40 വയസ്സ് കഴിഞ്ഞാൽ ഇനി ജോലി കിട്ടാൻ ചാൻസ് ഇല്ലല്ലോ, ഇപ്പൊ ജോലിക്കുള്ള ഒരു സമയമാണെന്നൊക്കെ പറഞ്ഞു. നമ്മുടെ പ്രഡിക്ഷൻ കറക്റ്റ് ആണോ സാറേ? അതാണ് ചോദിക്കുന്നത്. ഇപ്പൊ ഞാൻ ചോദിക്കുന്നതല്ല, പ്രഡിക്ഷൻ ഒക്കെ കറക്റ്റ് തന്നെ. വേറെ ഇന്നവരൊക്കെ കിട്ടിയാലേ പറയാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഏജ് ബാറായി. നീചത്തിൽ നിൽക്കുന്ന ചന്ദ്രനൊപ്പം ഗുരു യോഗം ചെയ്യുമ്പോൾ അത് എങ്ങനെയായിരിക്കും നമുക്ക് പറയാം? ലഗ്നാധിപന് ഗുരുവുമായിട്ട് യോഗം ചെയ്യണം. ധർമാധിപന്റെ യോഗം നല്ലതാണ്. ലഗ്നത്തിൽ വ്യാഴത്തിന്റെ ദൃഷ്ടി, ലഗ്നാധിപന് വ്യാഴത്തിന്റെ യോഗം. അതുകൊണ്ട് വലിയ ദോഷങ്ങൾ കുറെയൊക്കെ പരിഹരിച്ചു പോകും. ജോലി സംബന്ധമായ കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല അല്ലേ? ജോലി സംബന്ധമായ കാര്യം 10 കൊണ്ട് വിടാം. 10ഉം 10ആം ഭാവപതി. പക്ഷെ അവരുടെ സൂര്യന്റെ നവാംശകം എവിടെ വന്നത്? ചൊവ്വയുടെ നവാംശകം എവിടെ വന്നത്? ചൊവ്വയുടെ നവാംശകം എല്ലാം മേടത്തിലാണ് നവാംശകം. രാഹു മാത്രമേ അതിന് പുറത്തു പോയിട്ടുള്ളൂ. ബാക്കി എല്ലാ ഗ്രഹങ്ങളും മേടത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ ചൊവ്വ പൂർണ്ണ മൗഢ്യമാണ്. ചൊവ്വയ്ക്ക് മൗഢ്യമൊന്നുമില്ല അവിടെ. ചൊവ്വ സൂര്യനെ അവിടെ അംശിക്കുമ്പോ പിന്നെ നിന്നിട്ട് അവിടെ അംശിക്കുമ്പോ മൗഢ്യം. അതായിരുന്നു അവരുടെ ഇത്. അവർക്ക് ജോലി ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് എന്താ സർക്കാർ ജോലി കിട്ടാനുള്ള നല്ല യോഗം ഉണ്ടായിരുന്നു. അപ്പൊ എന്തോ പിന്നെ ഗുളിക ഭവനാധിപനാണ്. സൂര്യനും ചൊവ്വയും ഗുളിക ഭവനാധിപനാണ്. നിങ്ങളുടെ നക്ഷത്രം എന്തോന്നു? പിന്നെ പൂരം, മകം, പൂരം ഏതെങ്കിലും ആണോ? ആരുടെ നക്ഷത്രം? കേട്ടെ. ലഗ്നം ചിങ്ങമാണോ? എന്റെ നക്ഷത്രമാണോ? അതെ. എന്റെ നക്ഷത്രം ചിത്തിര. ലഗ്നം ഏതാണ്? ചിങ്ങമേറ്റാണോ? ലഗ്നം ധനു. ധനു. നല്ല ലഗ്നം. ജോലിയൊക്കെ കിട്ടും. ജോലി ശ്രമിച്ചു കഴിഞ്ഞാൽ ജോലി കിട്ടും. ഏജ് ബാറായത് നോക്കണ്ട. കിട്ടിക്കൂടാതെ ഇല്ല, കിട്ടും. സൂര്യന്റെ സമയം വരുമ്പോൾ കിട്ടും. നമ്മളെ ഇത് രണ്ടാം ഭാവം ധനം വിദ്യവാക്കവും നോക്കുമ്പോ ഭാവാധിപനായി വിദ്യ കൊണ്ടുള്ളത് ജോലി കിട്ടും. പുള്ളിക്കാരിക്ക് ഇപ്പൊ 40 വയസ്സൊക്കെ കഴിഞ്ഞു. അപ്പൊ നമ്മളത് എങ്ങനെ ഫലം പറയുന്ന ഒരു ഡൗട്ട് വന്നു. വേറെ സംശയങ്ങൾ വേറെ എന്തെങ്കിലും? വേറെ സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? സാർ ശുക്രന്റെ കാര്യം പറയുമ്പോ ഈ ഗുളികന്റെ ഇത് എഫക്ട് ചെയ്യുന്നുണ്ട് സാർ, ഈ മോഹകാരകനായിട്ട്. ഗുളികനൊക്കെ ജാതകത്തിൽ ഗുളികന്റെ അത് സോഴ്സ് ഒന്നുമില്ല. അതൊക്കെ ബുക്കുകൾ ചുമ്മാ എഴുതി പറക്കിട്ടൊക്കെയാണ് ഗുളികനൊക്കെ പ്രശ്നത്തിലാണ് വരേണ്ടത്. ചുമ്മാ ഗുളികനെ കിടന്ന് വിളിച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ തെറ്റും തടയുന്നു. എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയേണ്ടത്. ഞാൻ ചോദിക്കാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാലേ, ഇതിലിപ്പോ നമ്മളെ ബേസിക് കോഴ്സിൽ പഠിപ്പിക്കുന്നുണ്ട് ഗുളിക ഭവനാധിപനാകുമ്പോ അതിന്റെ ശക്തി കുറയുന്നു പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ പ്രശ്നത്തിലാണ് ഗുളിക ഭവനാധിപനൊക്കെ വരുന്നത്. പ്രശ്നത്തിലാണ്. നമ്മൾ മാത്രമേ ഗുളികനെ പിടിക്കുന്നുള്ളൂ. വേറെ ആരും ഗുളികനെ പിടിക്കാറില്ല. മലയാളീസ് മാത്രമേ ഗുളികൻ എന്ന് പറഞ്ഞ് കിടക്കണം. ഗുളിക എന്ന് പറഞ്ഞ ഒരു ഗ്രഹമല്ല, ശനിയുടെ അംശമാണ്. ഗുളികന് വരെ ശനിയെ നോക്കിക്കൊണ്ടാണ്. പ്രശ്നത്തില് ഗുളികൻ ഒരു പോയിന്റാണ്. പ്രേത സങ്കല്പങ്ങളുടെയും
നാഗസങ്കല്പം, പ്രേതസങ്കല്പം, അഴുക്ക് പ്രദേശം, ഇതൊക്കെ സൂചിപ്പിക്കുന്നത് പുളിയനാണ്. ഇവരുടെ ജാതകത്തിലെ 4-ാം ഭാവത്തിൽ ശനി മറ്റേ തുലാം രാശിയിൽ കേന്ദ്രഭാവത്തിൽ നിൽക്കുന്നു. ഉം. പക്ഷെ അവർക്ക് ഇതുവരെ വലിയ പുരോഗതി ഒന്നും ഉണ്ടായിട്ടില്ല എന്നാണ് എന്നോട് പറഞ്ഞത്. ജോലി കിട്ടിയിട്ടില്ല, കുറെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അവർ ചെറിയൊരു ജോലിക്ക് ചെയ്തിട്ട് ജോലി കിട്ടും, കുറച്ച് കഠിനമായിട്ടുള്ള ജോലിയെ കിട്ടുള്ളൂ, കുറച്ച് കഷ്ടപ്പെട്ട ജോലിയെ കിട്ടുള്ളൂ, അധ്വാനം വേണ്ട ജോലി. അദ്ദേഹത്തിന്റെ വീട് എന്തെങ്കിലും പുതുക്കി വെക്കുകയായിരുന്നു ചെയ്തത്, പഴയ വീടിനെ വെച്ചിട്ട് വെച്ചു. അതിനെ കുറിച്ച് എനിക്കറിയില്ല. അത് 83 ഡേറ്റ് ഓഫ് ബർത്ത്. അതെ അതെ. ഹലോ. അതെ 83. ശരി, അപ്പോൾ ഇന്നത്തേക്ക് മതി. ശരി, താങ്ക് യു സാർ. താങ്ക് യു. താങ്ക് യു സർ. താങ്ക് യു.